13:30 ഉള്ള മരിയൻ ഉടമ്പടി ആരാധനയിൽ പങ്കെടുത്ത് ഈ ലിങ്കുകൾ നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ഷെയർ ചെയ്യേണ്ടതാണ്. ഒക്ടോബർ 25 തീയതിയാണ് നമ്മൾ പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്ന കൃപാസന അഖണ്ഡ ജപമാല മഹാറാരി നടക്കുന്നത്. വെളുപ്പിനെ തന്നെ റാലി കലവൂര് കൃപാസനത്തിൻ്റെ മിഷൻ സെൻറ്ററിൽ നിന്ന് റോഡിൻ്റെ പടിഞ്ഞാറ് വശത്തെ മിഷൻ സെൻറ്ററിൽ നിന്ന് റോഡിൻ്റെ പടിഞ്ഞാറ് വശത്തുള്ള മിഷൻ സെൻറ്ററിൽ നിന്ന് ആരംഭിക്കും. 7 മണിക്കാണ് നമ്മൾ മാരാരിക്കുളത്ത് എത്തിച്ചേരുന്നത്. അവിടെ വെച്ചായിരിക്കും അഭിനന്ദ പിതാവ് ജെയിംസ് ആനാപറമ്പ് തിരുമേനി ജവമാർ റാലി പ്രാർത്ഥിച്ച് സന്ദേശം നൽകി ഉദ്ഘാടനം ചെയ്യുന്നത്. തുടർന്ന് 10:30 മണിക്ക് അദ്ദേഹത്തിൻ്റെ അർത്ഥങ്ങൾ നമ്മളെത്തുന്നു. 10:30 മണിക്ക് കുർബാനയാണ്, അദ്ദേഹത്തിൻ്റെ തന്നെ പരിശുദ്ധ കുർബാന. അതിനുശേഷം ദിവ്യാരാധനയാണ്. കുറച്ച് സമയം ദിവ്യാരാധനയ്ക്ക് ശേഷമാണ് കർദിനാള് മാർ ക്ലീമസ് തിരുമേനി ബാവ ജൂബിലി സന്ദേശം നൽകുന്നത്. തുടർന്ന് 2 മണിക്ക് ഡൽഹി മെത്രാപ്പൊലീത്ത മാർ കുര്യാക്കോസ് പള്ളിയോടങ്ങര തിരുമേനി പരിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ട് സന്ദേശം നൽകി നമ്മളെ അനുഗ്രഹിക്കാം. അപ്പണ റാലി തറയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയമായിരിക്കും. അങ്ങനെ ഓരോരോ ഘട്ടങ്ങൾ ശുശ്രൂഷ കഴിഞ്ഞവർ അവിടെ നിന്ന് കളമൊഴിഞ്ഞ് പ്രാർത്ഥിച്ച് പിരിയേണ്ട ഒരു സാഹചര്യത്തിലാണ് ക്രമീകരിക്കുന്നത്. അമിതമായ തിരക്കുകൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയും നമ്മൾ പൂർണ്ണമായും തീരദേശ റോഡ് ഒഴിവാക്കുകയാണ്. ജസ്റ്റ് ഒരു 30 മീറ്റർ തീരദേശ റോഡ് ഉപയോഗിക്കുന്നുള്ളൂ. ബാക്കി നമ്മൾ കടലോരത്ത് കൂടി വിശാലമായിട്ടാണ് പോകുന്നത്. ആരും കടലിൽ ഇറങ്ങാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വെള്ളവും അതുപോലെ തന്നെ മറ്റ് ശൗച ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ വെള്ളവും അല്പം ഭക്ഷണവും കരുതണം, നല്ലതാണ്. അതെല്ലാ കൊല്ലവും ഞാൻ പറയണതാണ്. എങ്കിലും അർത്ഥമെങ്കിൽ നമ്മൾക്ക് ഇതൊക്കെ ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട്, വെള്ളവും ക്രമീകരിച്ചിട്ടുണ്ട്. കടുത്ത രോഗികൾ റാലിയുടെ ഭാഗമാകണമെന്നില്ല. അവരർത്തുങ്കൽ കഴിഞ്ഞ കൊല്ലം ചെയ്ത പോലെ അർത്തുങ്കൽ പള്ളിയുടെ കുരിശടി പടിഞ്ഞാറ് കുരിശടി വന്നാൽ മതി, നേരിട്ട് വന്നാൽ മതി. അവിടുന്ന് നിങ്ങൾക്ക് നേരെ പ്രാർത്ഥിച്ച് പള്ളിയിലോട്ട് വരാം. അതായിരിക്കും ഉചിതം. കൂടിയ പ്രഷറുള്ളവരും അതുപോലെ തന്നെ ഹാർട്ട് രോഗികളുമൊക്കെ റാലി ഒഴിവാക്കേണ്ടതാണ്. അവർ ശാന്തമായിട്ട് പ്രാർത്ഥിച്ച് അർത്തുങ്കലിൽ നിന്ന് ഒരു 100-150 മീറ്ററേ ഉള്ളൂ അർത്തുങ്കൽ കുരിശടിയിൽ നിന്ന് അർത്തുങ്കൽ പള്ളിയിലോട്ട് നിങ്ങൾക്ക് പ്രാർത്ഥിച്ച് വന്നിട്ട് ഈ ആരാധനയുടെ അനുഗ്രഹത്തിൻ്റെ ഭാഗമാകാവുന്നതാണ്. കൂടെ കരുതണം, നല്ലതാണ്. പിന്നീട് 1 വേ ആയിരിക്കും ബസ് അറേഞ്ച് ചെയ്യണത്. അതിനെക്കുറിച്ച് ഞങ്ങളൊരു വീഡിയോ ഇടുന്നുണ്ട്. അത് നിങ്ങളെല്ലാവരും കേൾക്കുക മാത്രമല്ല, റാലി കടന്നു പോകുന്ന റൂട്ടിനെക്കുറിച്ച്, ഏത് വഴി ആരംഭിച്ച് ഏത് വഴി പോകുന്നു, ഏത് വഴി എത്തിച്ചേരുമെന്നുള്ളതിനെക്കുറിച്ച്. കഴിഞ്ഞ കൊല്ലത്തെ പോലെ ഇടുക്ക് വഴികളൊന്നും ഉണ്ടാകത്തില്ല. എല്ലാം വിശാലമായ കാറ്റും വെളിച്ചവും നല്ല ഓക്സിജൻ കിട്ടുന്ന വിശാലമായ തമ്മിൽ തട്ടാത്ത വഴികളാണ് ക്രമീകരിച്ചിരിക്കുന്നത്. വോളണ്ടിയേഴ്സ് ആയിട്ടുള്ളവർ കറക്റ്റ് സമയത്ത് തന്നെ രാവിലെ തന്നെ വെളുപ്പിനെ തന്നെ ആ യോഗത്തിൽ ഒരു യോഗം നടത്തി നിർദ്ദേശം നൽകിയിട്ടാണ് രാവിലെ 5 മണിക്ക് മുമ്പ് റാലി ആരംഭിക്കുന്നത്. അപ്പോൾ ആ മീറ്റിങ്ങിൽ വോളണ്ടിയേഴ്സ് ഉണ്ടാകണം. കർശനമായി എന്ത് നിർദ്ദേശിക്കുന്നു അതാണ് പാലിക്കേണ്ടത്. ചെയ്യുന്നവരെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കുകയും ചെയ്യണം. ഇത് മരിയൻ വോളണ്ടറിയാണ് നിങ്ങൾ, അല്ലാതെ വായിന്നോ അവിടുന്ന് ഇവിടുന്ന് വന്ന് കയറിയവരായിരിക്കരുത്. മരിയൻ വോളണ്ടിയറാണ്, മാതാവിന് വേണ്ടിയാണ്
ഞാൻ ഈ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത് ദൈവം എന്നെ സെലക്ട് ചെയ്തതാണ് എന്നുള്ള ബോധ്യത്തിൽ പ്രാർത്ഥിച്ചും കുമ്പസാരിച്ചും വിശുദ്ധീകരിച്ചും പ്രെയർ ചെയ്ത് നിശബ്ദമായിട്ട് വേണം നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് നിർവഹിക്കേണ്ടത്. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. ലോകത്തിന് സമാധാനത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കണം. സമാധാനത്തിൻ്റെ ഭീഷണികളെന്ന് പറയുന്നത് ആർത്തിയും ആധിപത്യവുമാണ്. അത് ചിലപ്പോൾ രാഷ്ട്രീയ മേഖലകളിലും ചില രാജ്യത്തിൻ്റെ മേഖലകളിലും ചില വിശ്വാസ മേഖലകളിൽ നിന്നൊക്കെ ഓരോ കാലത്ത് ഓരോരുത്തർ കാണിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിലും ബേസിക്കായിട്ട് മനുഷ്യൻ്റെ ആർത്തിയും ആധിപത്യ മോഹവുമാണ് സമാധാനത്തിൻ്റെ ഭീഷണി. അതൊരു ആധ്യാത്മിക വിഷയമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളത് മാർപ്പാപ്പ ലോകസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ നമ്മൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് കൊണ്ട് മനുഷ്യരാശിക്കാകമാനം സ്നേഹത്തിലേക്കും സഹവർത്തത്തിലേക്കും കടന്നു വരുന്നത് ഒരു ദൈവിക പ്രവർത്തനമാണ്. അമ്മ മാതാവ് അതിനുവേണ്ടി മധ്യസ്ഥം വഹിക്കണമെന്നാണ് ഈ റാലി പ്രാർത്ഥിച്ച് അമ്മയുടെ മധ്യസ്ഥത്തിൽ ദൈവത്തോട് ആവശ്യപ്പെടുന്നത്. ലോകമുള്ള മുഴുവൻ കൃപാസനം ഗ്രൂപ്പുകൾ അവർ തന്നെ ഓരോരോ സ്ഥലങ്ങളിലേക്ക് കാനഡയിലും ഡൊമിനിക് ബ്രദറും അവർ തന്നെ ഓരോരോ സ്ഥലങ്ങളിൽ നമ്മുടെ ഗ്രൂപ്പുകൾ ഉടമ്പടി ഗ്രൂപ്പുകൾ ഈ ദിവസങ്ങളിൽ ആരാധന നടത്തുക. അത് ജവമാല റാലി ഇതിന് സമാന്തരമായി നടത്തുകയാണ്. അങ്ങനെ സമാന്തരമായ ലോകവ്യാപകം നടത്തുന്ന ജവമാല റാലി ഭൂമിയെ ചുറ്റിപ്പറ്റിയാണ് ആസ്ട്രേലിയയിലുമൊക്കെ കൃപാസന ജവമാല റാലി നടക്കുന്നുണ്ട്. അവരെല്ലാവരും എൻ്റെ വീഡിയോ അയച്ചു തരണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. അവർക്കെല്ലാം പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും കൃപാസനം എവിടെയെല്ലാം പ്രാർത്ഥിക്കുന്നു, നിങ്ങളും റാലിയിൽ ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾക്കൊരു സ്വകാര്യമായ ഇൻറ്റൻഷനുണ്ട്. അതെന്താണ്? കൃപാസന ആൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്വർഗീയ ലക്ഷ്യങ്ങൾ സാധിച്ചു കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കണം. സമയഘടികാരം നെഞ്ചിൽ ചാർത്തി ദുരന്തമുണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കണം എന്നുള്ള പ്രത്യക്ഷീകരണം സഭ തിരിച്ചറിയുവാനും അത് ഏറ്റെടുക്കുവാനും ലോകവ്യാപകമായ ദൈവഹിതം നിറവേറ്റുവാനും വേണ്ടി നിങ്ങൾ ജവമാല ചൊല്ലി പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. അതുപോലെ രണ്ടാമത്തത്, ഉടമ്പടി എടുത്ത് ജീവിക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യരുണ്ട്. ഉടമ്പടി എടുക്കാൻ ഉദ്ദേശിച്ച് ഒരുങ്ങുന്നവരുണ്ട്. അവരുടെ എല്ലാം ദൈവാനുഭവവും അവരുടെ വിഷയത്തിന് മുന്നിൽ ദൈവികമായ ചൈതന്യം പ്രസരിക്കുന്നതിനും അവർക്ക് ആന്തരികമായ ബോധ്യം കിട്ടി സുവിശേഷ സാക്ഷികളായി മാറുന്നതിന് വേണ്ടിയും നിങ്ങൾ റാലികളിൽ പ്രാർത്ഥിക്കണമെന്ന് ഈശോനാമത്തിൽ അപേക്ഷിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ദൈവത്തോട് ഉടമ്പടി ചെയ്ത് ഒരു ഉടമ്പടി ജീവിതത്തെ നയിച്ചുകൊണ്ട് ഉടമ്പടി പുതുക്കി നമ്മൾ ഒരു സുവിശേഷ മുന്നേറ്റം നടത്തുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ സോന ജെയ്സൺ തൃശ്ശൂരിൽ നിന്നൊരു മോളാണ്. അവർ സാക്ഷ്യം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. ഇന്നലെ പറഞ്ഞ സാക്ഷ്യമാണ്. ആ സാക്ഷ്യം പറഞ്ഞപ്പോൾ ഞാൻ അൾത്താരയിലുണ്ടായിരുന്നു. ഞാൻ ചെന്ന് അവളെ ബ്ലെസ് ചെയ്ത്, കുഞ്ഞുങ്ങളെയും. എന്തിനാണ് ബ്ലെസ് ചെയ്തതെന്നറിയാമോ? അവൾ പറഞ്ഞത്, എനിക്ക് ഉടമ്പടിയിൽ ഇനി എനിക്ക് പ്രത്യേകിച്ച് ഒരു കാര്യവും ഇല്ലെന്ന്. ഉടമ്പടിയിൽ എനിക്കിനി പ്രത്യേകിച്ച് നേടാൻ ഒരു കാര്യവുമില്ല. പക്ഷേ ഞാൻ പ്രാർത്ഥിക്കുന്നത് മരണം വരെ ഈ ഉടമ്പടി പ്രകാരം കർത്താവിൻ്റെ കൂടെ ജീവിക്കാനാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഉടമ്പടി ജീവിതം തുടരുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ.
അപ്പം നിങ്ങളോർക്കും അത് വലിയ കാര്യം തന്നെയാണ്. പക്ഷേ ഉടമ്പടിയിൽ ഇനി സാധിക്കാൻ അവർക്ക് കാര്യങ്ങളൊന്നുമില്ല. 6 കാര്യവും സാധിച്ചു. അപ്പം പക്ഷേ ഞാൻ ഉടമ്പടി തുടരുകയാണ്. എന്താ ചിരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മാതാവ് എന്നെ ലൂർദിൽ കൊണ്ടുപോയിരിക്കുകയായിരുന്നു, ഫ്രാൻസിലെ. ഇപ്പം ലൂർദിൽ വെച്ച് 5 ദിവസത്തെ ഉടമ്പടി ധ്യാനമാണ്. നമ്മളിവിടെ ഒരു ദിവസത്തെ ധ്യാനമല്ല നടക്കുന്നത്. അവിടെ 7 രാജ്യങ്ങളിലുള്ള ആൾക്കാർ വന്നിട്ട് ഒരുമിച്ച് 5 ദിവസം ഞങ്ങളെല്ലാം ഒരുമിച്ച് താമസിച്ച് ഒരുമിച്ചുണ്ട് ഉറങ്ങി. അങ്ങനെ ഒരു കൂട്ടായ്മ ധ്യാനമാണ്. സിസ്റ്റർ ഷീല തോമസാണ് അത് ലീഡ് ചെയ്തത്, ഞങ്ങളെ സംഘടിപ്പിച്ചത്, എന്നെ വിളിച്ചതും ഈ ഉടമ്പടി ധ്യാനം നടത്താൻ വേണ്ടിയുള്ള ലൂർദിൽ ക്രമീകരണങ്ങളെല്ലാം ചെയ്തു തന്നത്. അപ്പം മാതാവ് പ്രത്യക്ഷപ്പെട്ട ആ ഗ്രോട്ടോയിൽ കുർബാന ചൊല്ലി, അവിടെ ജപമാല ചൊല്ലി, അതിൻ്റെ അരികിലാണ് ഈ ചാപ്പൽ നമ്മുടെ ധ്യാനം നടത്തിയത്. അത് വലിയൊരു അനുഭവമായിരുന്നു. കാര്യം പകലെല്ലാം ധ്യാനവും രാത്രി ലൂർദിലെ തീർത്ഥാടനവും, അവിടെ ദിവ്യകാരുണ്യ പ്രദക്ഷിണവും, പിന്നെ ലൂർദിലെ സ്നാനം, പിന്നെ കുരിശിൻ്റെ വഴി, പിന്നെ ജപമാല, തിരികെ ഏറ്റവും മനോഹരം തിരികെത്തിച്ചുള്ള രാത്രി പ്രയാണം 9 മണിക്ക്, എല്ലാ 9 മണിക്ക് രാത്രിയിലും. അന്ന് ധ്യാനം നടത്തിയപ്പോൾ അതാണ് ഞാൻ ചിരിക്കാൻ കാരണം. ഞാൻ ലൂർദിൽ കാലുകുത്തി വാ പൊളിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ആദ്യം പറഞ്ഞ വചനം എന്താണെന്നറിയാവോ? ഇതാണ് ഈ പറഞ്ഞത്. അതായത് യോഹന്നാൻ 3:34. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. യോഹന്നാൻ 3:34. ദൈവം അയച്ചവൻ ദൈവത്തിന്റെ വാക്കുകൾ സംസാരിക്കുന്നു. ദൈവം അളന്നല്ല, ദൈവം അളന്നല്ല ആത്മാവിനെ കൊടുക്കുന്നത്. അതാണ് വിഷയം. അപ്പോൾ എപ്പോഴും നമുക്കൊരു അളവുണ്ട്, 6 കാര്യങ്ങളുടെ ഒരളവുണ്ട്. അതാണ് അവർ പറഞ്ഞത്. ഞാനിത് കൊണ്ട് സ്വര പറഞ്ഞില്ലേ, ഞാനിത് കൊണ്ട് അവസാനിപ്പിക്കുക. എൻ്റെ 6 കാര്യങ്ങൾ നേടി, പക്ഷെ ഞാൻ കർത്താവിനെ നേടാൻ വേണ്ടി ഉടമ്പടി ജീവിതം തുടരുകയാണ്. എന്താ കാര്യം? ആത്മാവിൻ്റെ കാര്യത്തിൽ 6 അല്ല, അളവില്ല, അത് നീണ്ടുപോവുകയാണ്. അത് പുതിയ നിയമത്തിലല്ല, പഴയ നിയമത്തിലെയും കാഴ്ചപ്പാട് അത് തന്നെയാണ്. അതറിയണമെങ്കിൽ നമ്മൾ എസെക്കിയേൽ 49:4-5 വചനങ്ങൾ വായിക്കും. എസെക്കിയേൽ 49-ാം അധ്യായം 4-ാം വാക്യം തൊട്ട് 5-ാം വാക്യം വരെ. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. എസെക്കിയേൽ 47-ാം അധ്യായം 4-5 തിരുവചനങ്ങൾ. പിന്നെയും അവൻ 1000 മുഴം അളന്ന് എന്നെ വെള്ളത്തിലൂടെ നയിച്ചു. പിന്നെയും അവൻ അളന്നുകൊണ്ടിരിക്കുക. എന്തിനാ? വെള്ളത്തിലൂടെ നയിക്കാൻ. വെള്ളം എന്താണ്? പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിലൂടെ നമ്മളെ ദൈവം ഇങ്ങനെ ഓരോ കാലത്തിനൊപ്പം ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കും. വായിച്ചോളൂ. അവിടെ മുട്ടോളം വെള്ളമുണ്ടായിരുന്നു. വീണ്ടും അവൻ 1000 മുഴം അളന്ന്. മുട്ടോളം വെള്ളം ഉണ്ടാകുമ്പോൾ വീണ്ടും ദൈവം നമ്മളെ 1000 മുഴം അളന്നു എന്നെ വെള്ളത്തിലൂടെ നയിച്ചു. എന്നെ പരിശുദ്ധാത്മാവിലൂടെ നയിച്ചു. അവിടെ അരയ്ക്കൊപ്പം വെള്ളമുണ്ടായിരുന്നു. പിന്നെയും അവൻ 1000 മുഴം അളന്നു. എനിക്ക് കടന്നു പോകാൻ പറ്റാത്ത ഒരു നദിയായിരുന്നു അത്. അതാണ് നമ്മൾ നീന്തിയിട്ടല്ലാതെ കടക്കാൻ വയ്യാത്ത വലിയ പെരുനദിയെക്കുറിച്ച് ആ പാട്ട് പാടിക്കേ. ഇപ്പം നമ്മൾ വെച്ചിരിക്കുന്ന റേഞ്ച് നോക്കണം. ദീർഘദൂരമാണെങ്കിൽ അല്പം കൂടി ഡിഗ്രി. ഇപ്പോൾ നമ്മളെ വിമാനങ്ങളൊക്കെ പോകുമ്പോൾ അത് ഹ്രസ്വദൂരമാണെങ്കിൽ അവർ താഴ്ത്തി ആ ഒരു ഡിഗ്രി ഉണ്ടാക്കിയാണ് പറക്കുന്നത്. ദീർഘദൂരമാണെങ്കിൽ കുറച്ചുകൂടി ഉയർത്തിയാണ് ഡിഗ്രി വെക്കുമ്പോഴാണ് ദീർഘദൂരത്തിന് ലെവലെടുത്ത് പറക്കുന്നത്. ഇതുപോലെ നമ്മുടെ ഉടമ്പടിയിൽ നമുക്കൊരു ഡിഗ്രി ഒരു ലക്ഷ്യം ഉണ്ടാകണം. അത് നമ്മളുടെ വീട്, ജോലി, വിവാഹം. ഇപ്പം നിങ്ങൾക്കറിയാമോ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ സോനയില്ലേ, സോനയുടെ ഹിസ്റ്ററി പഠിച്ചാൽ നമ്മൾ ഞെട്ടിപ്പോവും.
എന്താ പ്രശ്നം? സോന എങ്ങനെയാണ് ഉടമ്പടിയിലോട്ട് വരുന്നത്? ഉടമ്പടിയിലോട്ട് അവൾ വന്നതല്ല, അവളെ മാതാവ് കൈക്ക് പിടിച്ച് വലിച്ചുകൊണ്ട് വന്നതാണ്. ചില സമയത്ത് ദുഃഖത്തിൻ്റെ ഒരു കാലം വന്നാലേ നമ്മൾക്ക് അനക്കം ഉണ്ടാകത്തില്ല. പിന്നെ മാതാവ് തന്നെ വന്ന് വലിച്ചുകൊണ്ട് പോകണം നമ്മളാണ്. അങ്ങനെ ഒരു കാലം ഓരോ മനുഷ്യന്മാരുടെ ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായ കാലങ്ങളുണ്ടാവും. ഇപ്പോൾ ഞാൻ റോമിലൊക്കെ ചെല്ലുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾ റോമിൽ ധ്യാനം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഫ്രാൻസിൽ നിന്ന് റോമിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് വൃക്ഷങ്ങളെല്ലാം ഇങ്ങനെ മഞ്ഞ നിറമായി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എല്ലാവരോടും ഈ വൃക്ഷങ്ങളെക്കുറിച്ചൊക്കെ ചോദിക്കും, എന്താ കാര്യം? അവിടുത്തെ പ്രകൃതിയെക്കുറിച്ച് പഠിക്കാൻ. അപ്പോൾ അടുത്ത മാസം, ഈ മാസം അവസാനമാകുമ്പോൾ ഈ മഞ്ഞ നിറമായ വൃക്ഷങ്ങളെല്ലാം കൊഴിഞ്ഞിട്ട് വെറുതെ ഇങ്ങനെ നഗ്നമായി നിൽക്കും. പിന്നെ മഞ്ഞുകാലമായി, നവംബറോടുകൂടി മഞ്ഞുകാലമായി. അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലുമൊക്കെ കാലഭേദങ്ങളുണ്ടാവും. കാലഭേദങ്ങളെ കണക്കിലെടുത്തുകൊണ്ട് അതിജീവനത്തിൻ്റെ ഒരു നിയോഗമാണ് ഉടമ്പടിയിൽ വെക്കേണ്ടത്. അതിജീവനം എന്താണ്? ആത്മാവിനെ അടിസ്ഥാനപ്പെടുത്തി നിയോഗം വെക്കുമ്പോഴാണ് അതിജീവനമാകുന്നത്. എപ്പോഴും എൻ്റെ മക്കൾ ശ്രദ്ധിക്കേണ്ടത്, ദൈവത്തിൽ നിന്ന് എന്തെല്ലാം കിട്ടും എന്ന് നമ്മളൊരു പട്ടിക പഠിച്ചു കഴിഞ്ഞാൽ ഏറ്റവും മെച്ചമായ സംഭവത്തിനല്ലേ നമ്മൾ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കത്തുള്ളൂ. ദൈവത്തിൽ നിന്ന് എന്തെല്ലാം കിട്ടും? ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കിട്ടും. വീട്, ജോലി, വിവാഹം, വിസ, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും, മനുഷ്യനോട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മളുടെ മെറിറ്റിൽ വർക്ക് ചെയ്യാത്തത്. ഉടമ്പടിയുടെ രീതി എന്താ? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അതെപ്പോഴും മറന്നു പോകരുത്. അതിനാണ് ഉടമ്പടി. പലർക്കും മെറിറ്റിൽ കിട്ടാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. മെറിറ്റിലുള്ള ആൾക്കാരും വന്ന് ഉടമ്പടി ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല. അത് ഉടമ്പടി ചെയ്തില്ലെങ്കിൽ അവർക്ക് കിട്ടും. അതായത് ദേ ഹാവ് ദ മെറിറ്റ്, അവർക്ക് അതിനുള്ള യോഗ്യതയുണ്ട്. നമ്മുടെ മെറിറ്റിൽ ഒതുങ്ങാത്ത ജീവിത പ്രതിസന്ധി വരുമ്പോഴാണ് നമ്മൾ ബൈബിളിൻ്റെ ഫോർമുല ജീവിതത്തിലേക്ക് എടുക്കുന്നത്. എന്താണ്? നിൻ്റെ യോഗ്യത കൊണ്ടല്ല, അതാണ് എപ്പോഴും വരണം. നിൻ്റെ യോഗ്യത കൊണ്ടല്ല, കർത്താവിൻ്റെ കൃപ കൊണ്ട്. അതാണ് ഉടമ്പടിയുടെ അടിസ്ഥാനം. ഞാൻ എല്ലാ ഉടമ്പടി ധ്യാനത്തിലും അത് പറയും. കാര്യം അത് തലമറന്ന് നമുക്ക് എണ്ണതാക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം അതാണല്ല ഉടമ്പടിയുടെ അടിസ്ഥാനം. ആദ്യം വെളിപ്പെടുത്തിയ വചനം അതാണ്. വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിന്റെ ദാനമാണ്. അപ്പൊ ജീവിതത്തിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് ദൈവം ജനിതകമായ കഴിവുകൾ നൽകിയത് കൊണ്ട് ആ കഴിവുകൾ പണമാകാം, സ്വാധീനമാകാം, ആരോഗ്യമാകാം. അത് വെച്ച് നമ്മൾ നേടിയെടുക്കുന്ന കാര്യങ്ങളുണ്ട്. ചില കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റത്തില്ല. പറ്റാത്തതിൻ്റെ കാരണം നമുക്ക് കഴിവില്ലാത്ത കൊണ്ടല്ല, നമ്മളെക്കാൾ ഉള്ളത് കൊണ്ടും അതേസമയം തന്നെ ഇതിൻ്റെ ചാൻസ് കുറവായത് കൊണ്ടാണ്. പലപ്പോഴും നമുക്കിത് കിട്ടിയേ പറ്റത്തുള്ളൂ. ഇപ്പം ചിലർക്ക് എന്തിനാണ് നീ MBBS എടുക്കണത്, MD എടുക്കണമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചില സംബന്ധിച്ചിടത്തോളം അത് ജോലിയെടുത്ത് പണം ഉണ്ടാക്കാനല്ല, അവർക്ക് സ്റ്റാറ്റസിന് വേണ്ടിയാണ് അത് ചെയ്യണത്. പല ആൾക്കാരും MBBS MD ഒക്കെ എടുക്കുന്നത് ഒരു സ്റ്റാറ്റസിനാണ്. കാര്യം എന്താണ്? അവിടെ വീട്ടിൽ 400 ഏക്കർ റബ്ബർ, 5000 ഏക്കർ ഏലമൊക്കെ ഉണ്ട്. അവർക്ക് ആവശ്യമില്ല, അവർക്ക് പണത്തിൻ്റെ ആവശ്യമില്ല. അവർക്കത് പൈസ എവിടെയെങ്കിലും പോയി ജോലി എടുത്തിട്ട് കുറച്ച് ശമ്പളം മേടിക്കണമെന്ന് ആവശ്യമില്ല അവർക്ക്. പക്ഷേ അവർക്ക് അതേസമയം തന്നെ ഒരു സ്റ്റാറ്റസ് വേണം. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിക്കണതാണ് പ്രശ്നം, അല്ലേ? ജീവിക്കണതാണ് പ്രശ്നം. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ കോമ്പറ്റ് ചെയ്യേണ്ടി വരുന്നു. ചിലർക്ക് ആഡംബരത്തിന് ഒരു ഡിഗ്രി എടുക്കുന്നു, ചിലർ അത്യാവശ്യത്തിന് എടുക്കുന്നു. അപ്പോൾ ഈ അത്യാവശ്യക്കാരന് പക്ഷേ യോഗ്യത ഇല്ലെങ്കിൽ പിന്നെ എന്താ മാർഗം? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. പിന്നെന്താണ്? ഗ്രേസ് ആണുള്ളത്. ഈ ഗ്രേസ് പറയുമ്പോഴാണ് നമ്മൾക്ക് പിന്നീട് ഹൗ ടു ടാപ്പ് ഗ്രേസ് എന്നുള്ള വിഷയം വരണത്. ഇപ്പം നമ്മുടെ യോഗ്യതയല്ലേ, പിന്നെയുള്ള മാർഗം എന്താണ്? കർത്താവിൻ്റെ
കൃപയാണ്. കർത്താവ് പീഡാനുഭവത്തിലൂടെ നേടിയെടുത്താണ് കൃപ. അതെപ്പോഴും നമ്മൾ ഓർത്തേക്കണം. കൃപയും ഞാൻ എല്ലായിടത്തും ചെന്ന് പ്രസംഗിക്കുമ്പോൾ എല്ലാവർക്കും എന്നോട് വന്ന് പറയണത് വെച്ചാൽ ഞങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായി, കൃപയെക്കുറിച്ചും അനുഗ്രഹത്തെക്കുറിച്ചും പ്രത്യേകം മനസ്സിലായെന്ന് പറയും. എൻ്റെ ദൗത്യം അത് തന്നെയാണ്. കൃപ എപ്പോഴും, അനുഗ്രഹം എപ്പോഴും ഫിസിക്കൽ ബ്ലെസ്സിങ്സാണ്, ഫിസിക്കൽ ഫേവേഴ്സാണ്. അത് നമുക്ക് ലഭിക്കുമ്പോൾ ടെമ്പററിയാണ്. കുറച്ച് കഴിയുമ്പോൾ അത് പോവും, കുറച്ച് കഴിയുമ്പോൾ അവർ പോകും. ഇപ്പം നമ്മുടെ പൊട്ട് തന്നെ 17ാമത്തെ വയസ്സിലൊരു പൊട്ട് കുത്തിയ 70ാമത്തെ വയസ്സായ പൊട്ട് ഉറക്കത്തില്ല അവിടെ, അത് പോകും കുറച്ച് കഴിയുമ്പോൾ. എന്താ കാര്യം? അത് അഡ്ഹേസീവ് പവർ, ഈ തൊലിയുടെ അഡ്ഹേസീവ് പവർ കുറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ അല്ലാത്ത പൊട്ടിട്ട് ചോദിച്ചാൽ പിന്നെ തൊലി തന്നെ അങ്ങോട്ട് പറഞ്ഞു പോവുകയും ചെയ്യും. ശരീരത്തിലൊന്നും അധികാരം ഉറക്കം നിൽക്കത്തില്ല ശരീരത്തിൽ. അതിങ്ങനെ കാലത്തിലൂടെ ശരീരം സഞ്ചരിച്ച് കഴിയുമ്പോൾ, വാർദ്ധക്യം പ്രാപിക്കുമ്പോൾ പല കാര്യങ്ങളും നിലനിൽക്കത്തില്ല. ബ്ലെസ്സിങ്സിൻ്റെ ഒരു കുഴപ്പം അതാണ്. ഇത് ബോഡി ഓറിയൻറ്റഡ് ആയിട്ടിരിക്കണ കാരണം പല കാര്യങ്ങളും നമുക്ക് 10 വയസ്സിൽ കിട്ടിരുന്ന ഒരു നാരങ്ങാമിഠായിയുടെ രുചി നിങ്ങൾ 50 വയസ്സിൽ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. മിഠായി അത് തന്നെ ഇരിക്കും, പക്ഷേ രുചി നമുക്കുണ്ടാകുക, നാക്ക് മാറിപ്പോവും. 40 വയസ്സത്തിൻ്റെ വളർച്ചയിൽ നാക്കിന് രുചി അബ്സോർബ് ചെയ്യാനുള്ള കഴിവ് പോവും. ബ്ലെസ്സിങ്സിൻ്റെ ഒരു കുഴപ്പം അതാ, കിട്ടുന്ന അനുഗ്രഹം അനുഭവിക്കാൻ പറ്റത്തില്ല. അതാണ് വിഷയം. അതിൻ്റെ ഈ ട്രാജഡി, അപകടം മനസ്സിലാക്കണം. അനുഭവിക്കാൻ പറ്റാത്ത അനുഗ്രഹം കിട്ടിയിട്ട് കാര്യമില്ലാത്ത അപ്രസക്തമായി പോകും. അതുകൊണ്ട് തന്നെയാണ് ഈ മനുഷ്യന്മാർ, ഞാൻ എപ്പോഴും ചെയ്യേണ്ടത്, റീപ്ലഗ് ചെയ്ത് നോക്കും ആൾക്കാരെ. എന്താണ്? ചില ആൾക്കാരുടെ ജീവിതം മുഴുവനും ഈ ബ്ലെസ്സിങ്സിന് വേണ്ടി മാത്രം ദൈവത്തിൽ ഇങ്ങനെ പ്ലഗ് ചെയ്തിരിക്കും. അപ്പോൾ എനിക്കറിയാം, അവസാനം വരുമ്പോൾ ഇവനൊരു ശൂന്യത അനുഭവപ്പെടും. അത് കാരണം എന്തു ചെയ്യും? ഇപ്പം തന്നെ എടുത്ത് റീപ്ലഗ് ചെയ്യും. എന്തു ചെയ്യും? അനുഗ്രഹത്തിൻ്റെ നോബിൽ നിന്ന് ഞാൻ മാറ്റിയിട്ട് കൃപയുടെ നോബിലേക്ക് കുത്തും. കൃപയുടെ നോബിലേക്ക് കുത്തുന്ന കൃപയ്ക്ക് ഉണ്ടാകുന്ന ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അനുഗ്രഹം യേശുക്രിസ്തുവിനെ മാറ്റി നിർത്തിയിട്ട് നമുക്ക് നേടാൻ പറ്റും. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അനുഗ്രഹം എന്ന് പറഞ്ഞ സംഭവത്തിലാണ് നിങ്ങളെ ഈ നടക്കണമെങ്കിൽ നിങ്ങൾ യേശുക്രിസ്തുവിനെ സൈഡ്ലൈൻ ചെയ്യുന്നുണ്ട്, അറിഞ്ഞോ അറിയാതെയോ. കാരണം ഫിസിക്കൽ ഫേവേഴ്സ് എന്ന് പറയുന്ന ഭൗതിക ആനുകൂല്യങ്ങൾ നേടാൻ യേശുക്രിസ്തുവിൻ്റെ ആവശ്യമില്ല. എന്താ കാര്യം? യേശുക്രിസ്തുവിന് മുമ്പുള്ള ആൾക്കാർക്ക് ജോലി ഉണ്ടായിരുന്നു, വീടുണ്ടായിരുന്നു, ഇല്ലേ? അവർ പെണ്ണ് കെട്ടുമായിരുന്നു, അവർക്ക് മക്കളെ കിട്ടുമായിരുന്നു. എന്താ കുഴപ്പം? അപ്പോൾ ഇതൊക്കെ മനുഷ്യന്മാർക്ക് പണ്ടേ ഉള്ളതാണ്, ദൈവം ജനിച്ചപ്പോൾ തന്നെ കൊടുത്തിട്ടുള്ളതാണ്. അത് കെട്ടിയെടുത്ത് ആരും യേശുക്രിസ്തുവിൻ്റെ പെടലേക്ക് കയറി അനുഗ്രഹം ഉണ്ടാക്കേണ്ട കാര്യമില്ല. യേശുക്രിസ്തുവിനെ എന്തുകൊണ്ടാണ് നമ്മൾ അടിസ്ഥാനപ്പെടുത്തുന്ന ജീവിതത്തിന്? അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം അനുഗ്രഹത്തിൻ്റെ മേൽ അനുഗ്രഹം കിട്ടിയെന്നല്ല പറഞ്ഞിരിക്കുന്നത്. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? കൃപയ്ക്ക് മേൽ കൃപ ലഭിച്ചിരിക്കുന്നു. കൈയടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യോഹന്നാൻ 1:16 അവന്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാം കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. ഉടമ്പടി എപ്പോഴും ലക്ഷ്യം വെക്കുന്നത്, നിങ്ങൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും, കൃപ എന്ന് പറയണത് എന്താണ്? ഈശോയുടെ നാമത്തിൽ ലഭിക്കുന്നതാണ്. എന്താ കാര്യം? ഈശോയാണ് കൃപ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ വരപ്രസാദം സൃഷ്ടിച്ചിരിക്കുന്നത്. കൃപ എന്ന് പറയുന്നത് എന്താണ്? ബേസിക്കലി ഇറ്റ്സ് എ പവർ ഓഫ് ഗോഡ്. പക്ഷെ ആ പവർ നമ്മളിലേക്ക് അപ്ലോഡ് ചെയ്യുന്നത് ദൈവത്തിൻ്റെ പ്രസാദത്തിലൂടെയാണ്. ദൈവം എല്ലാ കാര്യങ്ങളിലും പ്രസാദിക്കുന്നില്ല. അതാണ് കുഴപ്പം. നമ്മൾ കാണിക്കുന്ന പല അഭ്യാസങ്ങൾ കൊണ്ടും ദൈവം പ്രസാദിക്കണില്ല. കൂടുതൽ വെച്ച് അമ്മ പറഞ്ഞത് എന്താണെന്നറിയാവോ? ഡയബോളിക് പേഴ്സണാലിറ്റികളെ ഉടമ്പടി എടുപ്പിക്കരുതെന്നാണ് പറഞ്ഞത്. ഡയബോളിക് പേഴ്സണാലിറ്റികളെ ഉടമ്പടി എടുപ്പിക്കരുത്. ദ പേഴ്സൺ മസ്റ്റ് ബി ആൻ ഇൻ്റഗ്രേറ്റഡ് പേഴ്സൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തി സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി അല്ലാത്ത സിംഗിൾ പേഴ്സണെ കൊണ്ട് ഉടമ്പടി എടുപ്പിക്കാവുന്ന.
എന്നുവെച്ചാൽ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി, ഇങ്ങനെ അമ്മ കുറേ കാര്യങ്ങൾ ആ 5 ദിവസത്തിനുള്ളിൽ പറഞ്ഞു. 5 ദിവസം മുഴുവൻ ഞാൻ ഈ ധ്യാനത്തിലും പ്രാർത്ഥനയും തന്നെയായിരുന്നല്ല. അപ്പോൾ പറഞ്ഞ ദൈവിക രഹസ്യങ്ങളാണ്. സ്പ്ലിറ്റ് പേഴ്സണാലിറ്റിയെ കൊണ്ട് ഉടമ്പടി എടുപ്പിക്കരുത്. എന്താ കാര്യം? ഉടമ്പടി ഒരു സിംഗിൾ പേഴ്സൺ ബൈലാറ്ററൽ എഗ്രിമെൻ്റാണ്, പേഴ്സൺ ടു പേഴ്സൺ. നീ ഒരു പേഴ്സൺ, ഒരു വ്യക്തി, ദൈവം ഒരു വ്യക്തി. നീ പല വ്യക്തിയും ദൈവം ഒരു വ്യക്തിയുമാകുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. പിടിയിടിയ ചില ആൾക്കാർ പല വ്യക്തികളാണ്. ഈ പല വ്യക്തികൾക്ക് വന്നിട്ട് ഒരു വ്യക്തിയുടെ രൂപത്തിൽ വന്നിട്ട് ദൈവത്തിനൊക്കെ ഒന്ന് ഉടമ്പെടുക്കാൻ പറ്റത്തില്ല. അതെന്താ കാര്യം? എൻ്റെ കാര്യത്തിൽ എന്തിന് ഇടപെടുന്നു എന്ന് ചോദിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ നീ സിംഗിൾ പേഴ്സൺ അല്ല, പല വ്യക്തികളാണ്. എൻ്റെ കാര്യത്തിൽ എന്തിന് ഇടപെടുന്നു? എൻ്റെ ആ ബിസിനസ് കാര്യത്തിൽ നീ ഇടപെടരുത്. അത് എൻ്റെ കാര്യവും എൻ്റെ ലാഭവും എൻ്റെ കാര്യങ്ങളൊക്കെയാണ്. അവിടെ എൻ്റെ കള്ളക്കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ കയറി നീ കളിക്കരുത്. അവിടെ നിനക്ക് സ്പേസ് ഇല്ല. അതാണ് വിഷയം. പല കാര്യത്തിൽ അത് നീ എൻ്റെ കാര്യത്തിൽ നിങ്ങൾ ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മത്തായി 8:29. മത്തായി 8:29. അവർ അട്ടഹസിച്ചു പറഞ്ഞു, ദൈവപുത്ര നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു. ഇതാണ് വിഷയം. എന്താ കാര്യം? നിന്റെ പേരെന്താണെന്ന് കർത്താവ് ചോദിച്ചു അവനോട്, ഇല്ലേ? റീഡ് ഇറ്റ് അഗൈൻ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ മർക്കോസിന്റെ 5:7 വായിച്ചേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മർക്കോസ് 5:7. ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര, യേശുവേ, അങ്ങ് എന്റെ കാര്യത്തിൽ എന്തിന് ഇടപെടുന്നു? അതാണ് പ്രശ്നം. ആ കാര്യത്തിൽ ഇടപെടരുത്. അതെൻ്റെ ലവ് അഫെയറാണ്. അത് വേറെ ജാതിക്കാരനായിരിക്കാം. അത് കെട്ടിച്ചു തരാൻ വേണ്ടിയാണ് ഞാൻ നിൻ്റെ അടുത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ സംഭവം. അപ്പോൾ കർത്താവ് ചോദിക്കും, നീ നിൻ്റെ കുഞ്ഞുങ്ങളെ വിശ്വാസം വളർത്താൻ പറ്റുമോ? അതെനിക്കറിയാൻ പാടില്ല. നീ അവനോട് പറയുമോ വിശ്വാസം ജീവിക്കാൻ? ഞാൻ പറയത്തില്ല. അതാ പ്രശ്നം. ഇത് ഡയബോളിക് പേഴ്സണാലിറ്റി, സ്പ്ലിറ്റ് പേഴ്സണാലിറ്റിയാണ്. ഓരോ ഉദാഹരണം കണ്ടില്ലേ? ഈ ആളിന് ഉടമ്പടി ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് പറയണത്. സിംഗിൾ പേഴ്സൺ ആകണമെന്ന്. നിൻ്റെ ജീവിതത്തിൻ്റെ വൃത്തികേടുകൾക്ക് ലൈസൻസ് തരാനല്ല കർത്താവ് ഇരിക്കുന്നത്. നീ ചെന്ന് ചാടിയിരിക്കുന്ന എല്ലാ അബദ്ധങ്ങളിലും നിനക്ക് ഓശാന പാടാൻ വേണ്ടിയല്ല ഉടമ്പടി ചെയ്യണത്. ഈ വിഷയത്തിൽ ദൈവഹിതം എന്താണ്, അത് നിറവേറാനും സ്വീകരിക്കാനും ഞാൻ തയ്യാറാണെന്ന് ആദ്യമേ നീ പറയണം. പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, നിന്റെ ആത്മാവ് പ്രവർത്തിക്കുന്നതിന് തടസ്സം നിൽക്കുന്ന സാഹചര്യങ്ങളെ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഒഴിവാക്കുന്നതിനും നിന്റെ നാമത്തെ വിശ്വസിക്കുന്നവർക്ക് നീ വാഗ്ദാനം ചെയ്തിരിക്കുന്ന കൃപയ്ക്കുമേൽ കൃപ സ്വീകരിക്കുന്നതിനും എന്നെ അങ്ങുമായി സത്യസന്ധമായ ഉടമ്പടിക്കായി ഒരുക്കണമേ. ശ്രുതിക്കട്ടെ. സുവിശേഷം 5:9. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. 5:9. നിന്റെ പേരെന്താണ്? യേശു ചോദിച്ചു. അവൻ പറഞ്ഞു, എന്റെ പേര് ലെഗിയോൺ. ഞങ്ങൾ അനേകം പേരുണ്ട്. ലെഗിയോൻ പിശാചുബാധനാണ്. അതാണ് അനേകം പേരുണ്ടെന്ന്, പല താല്പര്യങ്ങളുണ്ടെന്ന്. ഇപ്പം വീട് വെക്കാനും ജോലി കിട്ടാനും വേണ്ടി വന്നിരിക്കുകയാണ്. പക്ഷെ ഞാൻ ലെഗിയോനാണെന്ന്. ഞങ്ങൾ പല ആൾക്കാരുണ്ടെന്ന് എൻ്റെ ഉള്ളിൽ തന്നെ പല താല്പര്യക്കാരുണ്ടെന്നും പല ഉദ്ദേശക്കാരുണ്ടെന്നാണ് പറയണത്. അങ്ങനെയാണെങ്കിൽ ഈ ഡയബോളിക് പേഴ്സണാലിറ്റിക്ക്, സ്പ്ലിറ്റ് പേഴ്സണാലിറ്റിക്ക് ഉടമ്പടി ചെയ്യാൻ പറ്റത്തില്ല. ദൈവം ലെഗിയോനുമായിട്ട് ഉടമ്പടി ചെയ്യത്തില്ല. യു മസ്റ്റ് ബി എ സിംഗിൾ പേഴ്സൺ.
പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, എന്നെ അങ്ങുമായി ഉടമ്പടി ചെയ്യാൻ പറ്റുന്ന ഒറ്റ വ്യക്തിയായി നവീകരിക്കണമേ. ഹല്ലേലൂയ. ശരിക്കും പറഞ്ഞാൽ ഈ അച്ഛൻ നാം പറഞ്ഞ പോലെ അളന്നല്ല ആത്മാവിനെ നൽകണമെന്ന് പറഞ്ഞില്ലേ? ഇപ്പം മുട്ടോളം വെള്ളം, അരയോളം വെള്ളം, പിന്നെ നീന്താതെ കടക്കാൻ പറ്റാത്ത രീതിയിൽ തലക്ക് മുകളിൽ വെള്ളം നിൽക്കുന്ന രീതിയിൽ ദൈവം ഇങ്ങനെ സമർത്ഥമായി കൃപയ്ക്ക് മേൽ കൃപ നൽകിക്കൊണ്ട് ഒരു മനുഷ്യൻ നയിക്കാനുള്ള സാധ്യതയാണ് ഉടമ്പടി നമ്മുടെ മുമ്പിൽ തുറന്നിടുന്നത്. ഇത് ഒരിക്കൽ അനുഭവിച്ചപ്പോഴാണ് ഈ സോന പറയണത്, കർത്താവേ, എനിക്കൊരാവശ്യമില്ല, എനിക്ക് നീയാണ് എൻ്റെ ആവശ്യമെന്ന്. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. എൻ്റെ പ്രിയമക്കളെ, ഇത് വിശുദ്ധീകരിക്കുന്ന അനുതാപത്തിൻ്റെ ഏറ്റവും വലിയ വിഷയം നമ്മൾ ദൈവസ്നേഹം. അനുതാപമാണ് നമ്മുടെ ടോപ്പിക്ക്. ഈ ലെഗ്യോനും ഡയബോളിക് പേഴ്സണാലിറ്റിയും സ്പിരിറ്റ് പേഴ്സണാലിറ്റിയും അതിനൊക്കെ എല്ലാം റിക്കവർ ചെയ്യുന്നത് ഈ അനുതാപം വെച്ചാണ്. അനുതാപം ഇങ്ങനെ അതിരുകളില്ലാതെ പോകുന്ന അനുസരിച്ച് കൊണ്ട് നമ്മുടെ ആത്മനദിയുടെ ആഴങ്ങളും വീതിയും കൂടിക്കൊണ്ടിരിക്കാം. നമുക്ക് ആത്മാഭിഷേകം ലഭിക്കുന്നതും അതിജീവനത്തിൻ്റെ ആത്മാഭിഷേകം ലഭിക്കുന്നത് നമുക്ക് ഉണ്ടാകുന്ന അനുതാപത്തിന് ആനുപാതികമായിരിക്കും. എപ്പോഴും നമ്മുടെ മക്കളെ മനസ്സിലാക്കണം. ആത്മീയ ജ്ഞാനം വഴിയെ നമ്മൾ നിങ്ങൾ എന്തെങ്കിലും കാണിച്ചു കൂട്ടി തരികിട പരിപാടി കാണിച്ച് ദൈവാനുഗ്രഹം അടിച്ചു മാറ്റാമെന്നുള്ള വ്യർത്ഥമുഖങ്ങളൊക്കെ മാറ്റണം. മറിച്ച് ഇത് വളരെ ലൈഫ് ലോങ് ആയി ദൈവമായിട്ട് സഞ്ചരിക്കാനുള്ള ഒരു കമ്മിറ്റ്മെന്റ് കാണിക്കണം. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഹ്രസ്വകാലത്തേക്ക് ഭൗതിക നേട്ടത്തിനായി നിന്റെ അടുത്ത് എത്തിയെന്ന് കരുതരുതേ. കർത്താവേ, നിദാനമായി ആത്മനിറവില് നിന്നോടൊപ്പം ജീവിക്കുവാൻ എന്നെ പ്രത്യേകം അഭിഷേകം ചെയ്യണം. അതിനാവശ്യമായ അനുതാപത്താൽ എന്നെ അഭിഷേകം ചെയ്യണം. പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ. പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. ഈ അനുതാപത്തിന് അങ്ങനെ ഒരു ഗുണമുണ്ട്. എന്താണ്? പരിശുദ്ധാത്മാവിന്റെ ദാനവും അനുതാപവും തമ്മിൽ കണക്റ്റഡ് ആണ്. പരിശുദ്ധാത്മ ദാനം എന്തൊക്കെയാണ്? പരിശുദ്ധാത്മ ദാനങ്ങൾ ശ്രദ്ധിക്കട്ടെ. യേശയ്യാ 11:2 കർത്താവിന്റെ ആത്മാവ് അവന്റെ മേൽ ആവസിക്കും, ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്. പ്ലീസ് ലിസൺ. ഇത് ഇപ്പോഴുള്ള കർത്താവിൻ്റെ വെളിപാട് ലിങ്ക് മനസ്സിലാക്കണം. എന്താ പറഞ്ഞത്? ലൂക്ക് നമ്മൾ നടപടി പുസ്തകം 2:38 എന്താ വായിച്ചത്? പരിശുദ്ധാത്മാവ് നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമെടുക്കുവിൻ. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോഴടുത്ത ക്വസ്റ്റ്യൻ വരും. എന്താണ് ക്വസ്റ്റ്യൻ? പരിശുദ്ധാത്മാവിന് പശ്ചാത്തപിച്ചാൽ പരിശുദ്ധാത്മാവിൻ്റെ ഏത് ദാനങ്ങളൊക്കെയാണ് നമുക്ക് ലഭിക്കുന്നത്? 1, 2, 3, 4. ഇനി വായിക്കുക. എന്തൊക്കെയാണ്? ഒന്നാമത്തെ ദാനം ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്. നമുക്ക് പശ്ചാത്തപിച്ചാൽ കിട്ടാൻ പോകുന്നത് എന്തൊക്കെയാണ്? ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും. ജ്ഞാനം മാത്രം കിട്ടിയാൽ മതി. കരച്ചിലും ബഹളം എല്ലാം നിൽക്കും. കരച്ചിൽ അടക്കണമെങ്കിൽ ആദ്യം കിട്ടണത് ജ്ഞാനം കിട്ടണം. ജ്ഞാനം ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ മരണം വരെ നിലവിളിച്ചുകൊണ്ടിരിക്കും. എനിക്ക് ജ്ഞാനം നൽകണമേ, എൻ്റെ ടൈം ഷോർട്ട് ചെയ്യുമ്പോൾ എൻ്റെ ആയുസിൻ്റെ ചെറുപ്പം എന്നെ ജ്ഞാനത്തിൽ വളർത്തട്ടെ എന്ന്. ഇപ്പം എല്ലാം കടന്നു പോകുന്നു.
എന്നുള്ളതാണ്, ഒന്നും ശാശ്വതമായി നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് ബൈബിൾ നൽകുന്ന ഏറ്റവും വലിയ ജ്ഞാനം. ഇതും കടന്നു പോകും, ഒന്നും ശാശ്വതമായി നിലനിൽക്കത്തില്ല, ഈ സിറ്റുവേഷനും കടന്നു പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഇതും ഈ ജ്ഞാനവും ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നതും തമ്മിൽ കുറേ കണക്റ്റഡാണ്. നമ്മൾ ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമെന്ന് വിളിക്കുന്നത് ആരെയാ? അമ്മയെ. എന്താ കാര്യം? അമ്മയിലെല്ലാം ഈ അമ്മ വാവിട്ട് കരഞ്ഞതൊന്നും നമ്മളാണ് വേഗലമാതാവിനെയൊക്കെ ഉണ്ടാക്കി കെട്ടിയെഴുന്നള്ളിക്കണത്. അമ്മയൊന്നും ബൈബിളിൽ കരഞ്ഞിട്ട് കൂടിയില്ല. അതെപ്പോഴും ഈ കരയാത്തൊരു മാതാവിനെയാണ് അവതരിപ്പിക്കേണ്ടിയിരുന്നത് ശരിക്കും പറഞ്ഞാൽ. അല്ലാതെ ആ പന്തവും കൊളുത്തി പടം ഇങ്ങോട്ടൊന്നും വന്നൊരു കാര്യമല്ല. കാര്യം അവർ ഈ സിറ്റുവേഷനിലൂടെ എല്ലാം നമ്മൾ തോട് നീന്തുന്ന ആൾക്കാർക്ക്, കടൽ നീന്തിയ ആൾക്കാരെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആവേശമില്ലേ? മറിയ ഒരു ആവേശമാണ്. തോട് നീന്തുന്ന ആൾക്കാർക്ക് കടൽ നീന്തിയ ആൾക്കാരെ കാണുമ്പോൾ ഉണ്ടാകുന്ന ആവേശം, മറിയം ആവേശമാണ് കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ. അത് മറിയത്തിൻ്റെ അതായത് ഹൃദയത്തിൽ സംഗ്രഹത്തിലൂടെയാണ്. അല്ല ഭാവിട്ട് നിലവിളിച്ചുകൊണ്ടല്ലേ ശരിക്കും പറഞ്ഞാൽ. നിൻ്റെ കണ്ണീരെല്ലാം ശരിക്കും ഒരു സെക്കൻഡ് കൊണ്ട് ദൈവത്തിന് കളയാൻ. ഇപ്പം ഞാൻ ഈ സോനയുടെ സാക്ഷ്യം അവതരിപ്പിക്കാൻ കാര്യം എന്നറിയാമോ? സോനയെ ഞാൻ അനുഗ്രഹിക്കാൻ കാരണം വെച്ചാൽ അതിലൊരു കാര്യം ഞാൻ പറഞ്ഞു. അവളുടെ ലൈഫ് നോക്കുമ്പോൾ നല്ല ഒരു ചിന്തിക്കാൻ വേണ്ടി മാത്രമുണ്ട്. എന്നുവെച്ചാൽ അവളുടെ അതായത് അവൾ കല്യാണം വേണ്ട എന്നുള്ള തീരുമാനത്തിൽ ജീവിക്കുന്ന ആളായിരുന്നു. ഇപ്പം അതിനകത്ത് എനിക്കൊരു പ്രത്യേകിച്ച് തോന്നിയില്ല. 22 വയസ്സുകാർക്ക് എല്ലാവർക്കും തോന്നണ ഒരു വികാരമാണ് ആ കല്യാണം വേണ്ടെന്ന്. ഇപ്പോൾ യൂറോപ്പിലൊക്കെ ചെല്ലുമ്പോൾ 35 വയസ്സുകാരും അവർക്ക് തോന്നും കല്യാണം വേണ്ടെന്ന്. അത് വേറെ ഒരു അസുഖമാണ്. അത് കല്യാണം വേണ്ടെന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ട് പോണത് ഒരു അസുഖമാണെന്ന് എനിക്കും. കാരണം സ്വാർത്ഥത മൂത്ത്, ഇപ്പം കള്ള് മൂത്ത് ചാരാകണ പോലെ തന്നെയാണ് ഒരു മനുഷ്യൻ്റെ സെൽഫ് സെൻറ്റേഡ്നെസ്. ഫെഡറലിസം സംഭാവന ചെയ്തതാണത്. ഇപ്പം നമ്മൾ ഫെഡറൽ റിപ്പബ്ലിക് എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊക്കെ കണ്ട് വലിയ കേക്ക് പുഴുങ്ങി വെച്ചിരിക്കണമെന്ന്. ഫെഡറലിസം ഉണ്ടാക്കുന്ന ഒരു പേഴ്സണലിസം ഉണ്ട്, വ്യക്തിദൈവം. ഈ വ്യക്തിദൈവത്തിൻ്റെ ദുസ്വാതന്ത്ര്യത്തിലേക്ക് പോകുമ്പോൾ ഞാൻ എൻ്റെ ജീവിതം ഐ ഡോണ്ട് വാണ്ട് ടു ഷെയർ ടു അതേഴ്സ്. ഒരു കുഞ്ഞിനെ വളർത്താൻ പോലും ഐ ആം നോട്ട് റെഡി. എന്താ കാര്യം? എൻ്റെ സൗകര്യങ്ങൾ നഷ്ടപ്പെടും. അതാണ് വിഷയം. അപ്പോൾ അത് ദൈവത്തിന് നിരക്കാത്തൊരു ജീവിതമായിട്ട് മാറും അവസാനം. കാര്യം ഒരു കുഞ്ഞിനെ പറ്റി വളർത്തുക എന്ന് പറഞ്ഞാൽ ദൈവത്തോട് നമുക്ക് കാണിക്കാവുന്ന ഏറ്റവും വലിയ ഒരു കൃതജ്ഞതയാണ് ശരിക്കും. ഒരു കുഞ്ഞിനെ പറ്റി വളർത്തണമെന്ന് പറയണത് അതിനുവേണ്ടി സഹിക്കുന്ന സഹനങ്ങൾ അമ്മമാർക്ക് മാത്രമേ അറിയാൻ പാടുള്ളൂ എന്തുമാത്രം ഉണ്ടെന്ന്. അത് നമ്മൾ ദൈവത്തോട് കാണിക്കുന്ന ഒരു കൃതജ്ഞതയാണ് ശരിക്കും. അത് ദൈവത്തോട് അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കണം. അതാരും അതിന് റെഡി അല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവികമായ പദ്ധതികളെ വ്യക്തികൾ വളർന്ന് ദൈവത്തിൻ്റെ തുല്യമായിട്ട് അട്ടിമറിക്കുന്ന ഒരു അവസ്ഥയാണ്. നമ്മൾ വന്ധ്യീകരിക്കപ്പെട്ടൊരു സഭയാണ് നമ്മൾ യൂറോപ്പിലൊക്കെ കാണുന്നത്. മ്യൂട്ടഡ് ചർച്ച്. 40 വയസ്സായിട്ടും ചെടുത്തിമാർ മദാമ്മമാർ കല്യാണം കഴിക്കാൻ നിൽക്കുന്ന മ്യൂട്ടഡ് ചർച്ച്. അവർക്ക് അതിനുള്ള സമയമില്ലെന്നാണ്. അതേസമയം തന്നെ 2-3 പട്ടിക്കുട്ടിയൊക്കെ അവർക്കുണ്ട്, ഒരു പ്രശ്നമില്ല അവർക്ക്. അപ്പം ബ്രെയിൻ ഡിസ്ലൊക്കേറ്റ് ചെയ്തിരിക്കണം. അതിനൊക്കെ കുളിപ്പിക്കാനൊക്കെ അവർക്ക് ആവശ്യത്തിന് ഏറെ സമയമാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കതിനെക്കുറിച്ചൊരു ഉത്കണ്ഠയൊന്നുമില്ല ഒരു കാര്യത്തെക്കുറിച്ചും. കാര്യം ഈശോ നേരത്തെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പിതാവ് നടാത്തതെല്ലാം പറിച്ച് മാറ്റപ്പെടുമെന്ന്. പറിച്ച് മാറ്റപ്പെടുന്ന ദൈവിക പദ്ധതികൾ പറിച്ചു മാറ്റപ്പെടുന്ന ഇടങ്ങളിലൂടെയാണ് ഞാൻ പലപ്പോഴും ഈ ദിവസങ്ങളൊക്കെ സഞ്ചരിച്ചത്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ എല്ലാം പോയി മുട്ടയിൽ നിന്ന് വരച്ച് ആ ഭൂമിയിലെല്ലാം കുരിശ് വരച്ചിട്ടിട്ടുണ്ട്. എന്തിനാണെന്നറിയാവോ? കർത്താവിനെ അറിഞ്ഞ് അതിനുവേണ്ടി ജീവിക്കുന്ന ഒരു തലമുറ ഉണ്ടായിരുന്നു അവിടെ. അവരുടെ പ്രാർത്ഥനകൾ ഇന്നും ആ ഭൂമി കിടക്കുന്നുണ്ട്. അവിടെ രക്തസാക്ഷികളെല്ലാം ഞാൻ പോയി കണ്ടു. സെൻറ്റ് സ്റ്റീഫനെ പോയി കണ്ടു. റോമിൽ ചെന്നപ്പോൾ നമ്മുടെ വിശുദ്ധ പത്തോസ് ബസിലിക്കയുടെ അരികിൽ കുർബാന അർപ്പിക്കാൻ കർത്താവ് എനിക്ക് അനുഗ്രഹം തന്നു. അതിനകത്തല്ല, അടുത്ത ആ ചാപ്പലിൻ്റെ നേരെ ഇടതുവശത്ത് അവിടെ കുർബാന അർപ്പിച്ചതിന് ശേഷം പിന്നെ പോയി കണ്ടത് സെൻറ്റ് സ്റ്റീഫനെയാണ്. ഞാൻ എൻ്റെ മനസ്സിൽ എപ്പോഴും സൂക്ഷിക്കുന്ന ഒരാളാണ് സെൻറ്റ് സ്റ്റീഫൻ. പിന്നെ കർത്താവിന് വേണ്ടി നേരെ ചീനച്ചട്ടിയിൽ ഇട്ട് വറുക്കപ്പെട്ട സെൻറ്റ് ലോറൻസ്, അദ്ദേഹത്തിൻ്റെ ശവകുടീരത്തിനും പോയി കൈ തൊട്ട് കുറേ നേരം നിന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി.
പൗലോസിനെ അടക്കിയിരിക്കുന്ന സ്ഥലത്ത് പോയി അവിടെ മണിക്കൂറുകളോളം നിന്ന് പ്രാർത്ഥിച്ചു. പൗലോസിൻ്റെ പെടല് വെട്ടിയിട്ട് തെറിച്ച് പോയ സ്ഥലമുണ്ട്. അവിടെ 3 ദേവാലയം, 3 അൾത്താറുകൾ, അവിടെ എല്ലാം പോയി പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ കഴിയും. എന്തെന്നാൽ ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുന്നത്. യൂറോപ്പിൻ്റെ ബലഹീനമാണ്. ഈ വിശ്വാസ ബലഹീനമായ സ്ഥലത്ത് കർത്താവിൻ്റെ ആത്മാവിൻ്റെ ശക്തി പെസരുപോലെ അടിക്കാൻ വേണ്ടി ഈ രാജ്യങ്ങളിലെല്ലാം ദൈവം ഒരു ഉടമ്പടി സമൂഹത്തിനെ തമ്പടിച്ച് താമസിപ്പിക്കുകയാണ്. ഞാൻ എല്ലാ രാജ്യങ്ങളിലും ചെന്നപ്പോൾ എനിക്ക് കണ്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നിയത്, എല്ലാ രാജ്യങ്ങളിലും അയർലൻഡിൽ പോയി നമ്മളിപ്പോൾ 11 രാജ്യങ്ങളിൽ ഉടമ്പടി ധ്യാനം നടത്തി. അവിടെയെല്ലാം ഒരു വലിയ മലയാള സമൂഹം, ഉടമ്പടി സമൂഹം അവിടെ തമ്പടിച്ച് താമസിക്കുകയാണ്. യൂറോപ്പിൻ്റെ മാനസാന്തരത്തിന് വേണ്ടിയും അത് വീണ്ടും റീബാപ്റ്റിസ് ചെയ്യപ്പെടാൻ വേണ്ടിയും നമ്മളെ ദൈവം മലയാള സഭയെ കർത്താവ് ഇന്ന് സ്വർഗം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. കൈയടിച്ച് ഈശോ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന എന്ത് വിഷയമാണ്? അനുതാപത്തിൻ്റെ വിഷയങ്ങളാണ്. ഈ അനുതാപവും ആത്മാഭിഷേകവും തമ്മിൽ കണക്റ്റഡാണ്. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മക്കളെപ്പോഴും ചെയ്യുന്നത്, സഹോദരങ്ങൾ ചെയ്യുന്നത്, നിങ്ങളുടെ ജീവിത ആവശ്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തുകയല്ലേ. അത് ഞാൻ എപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ വെൻ ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ ദി കവനന്റ് ബോക്സ്, ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഫോർ എവർ. നിങ്ങളത് മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ നിങ്ങളുടെ കണ്ണുനീര്, നിങ്ങളുടെ ജീവിത ഭാരം കവനൻ്റ് ബോക്സിൽ ഈ വാഗ്ദാന പേടകത്ത് നിക്ഷേപിച്ചപ്പോൾ ഇറ്റ് ഈസ് ഗിവൻ ടു ദി ലോഡ്. കർത്താവിന് നമ്മൾ കൊടുത്തു. പിന്നെ നിങ്ങൾ അതുമായിട്ട് നടക്കരുത്. അത് ശരിക്കും അത് സമർപ്പിച്ചിട്ട് പിന്നീട് നിങ്ങൾ ദൈവത്തിൻ്റെ കാര്യത്തിലാണ് വ്യാപൃതരാകേണ്ടത്. ഹൗ ടു ഗിവ് ജീസസ് ടു ദി വേൾഡ്. എങ്ങനെ ദൈവത്തിന് നമുക്ക് കൊടുക്കാൻ പറ്റും? ഇപ്പം ഞാൻ മുമ്പ് ഈ ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളിലും പ്രവർത്തിക്കുന്ന നമ്മുടെ ഉടമ്പടി ഗ്രൂപ്പുകൾ ഈ ദിവസങ്ങളിലെല്ലാം നമ്മൾ 25-ാം തീയതിയാണ് നമ്മുടെ ജോമാർ റാലിക്കൊപ്പം എല്ലാ രാജ്യങ്ങളിലും റാലി നടക്കുകയാണ്. എല്ലാ രാജ്യങ്ങളിലും. റോമിൽ തന്നെ ഞാൻ ചെല്ലുമ്പോൾ ഞാൻ ധ്യാനിപ്പിച്ചത് വത്തിക്കാൻ്റെ നേരെ അടുത്തരികിലുള്ള ഒരു പള്ളിയിലാണ്, ഒരു ബസിലിക്ക പള്ളിയിലാണ്, ജോൺ ദി ബാപ്റ്റിസ്റ്റ് ദേവാലയത്തിൽ. അവിടെ ഞാൻ ചെല്ലുമ്പോൾ കഴിഞ്ഞ ശനിയാഴ്ചയല്ല ചെല്ലുമ്പോൾ ബസിലിക്ക നിറഞ്ഞ് കവിഞ്ഞ് ജനമാണ്. എന്താണ്? പകുതിയോളം ആൾക്കാർ ഉടമ്പടി എടുത്ത് ജീവിക്കുന്നവരാണ്. ബാക്കിയുള്ളവർ ഉടമ്പടി എടുക്കാൻ വേണ്ടി ദാഹിച്ച് മോഹിച്ചിരിക്കുന്നതാണ്. ഒരു ഉടമ്പടി സമൂഹമാണ്. അപ്പം ഞാൻ അവരോട് പറഞ്ഞത് ഇതാണ്, സുവിശേഷമാണ് നമ്മുടെ ലക്ഷ്യം. വിശ്വാസം കൈമാറ്റപ്പെടുകയും വിശ്വാസം അതും ജീവിക്കണം. ഒരാളെങ്കിലും വിശ്വാസം ജീവിച്ചാൽ വിശ്വാസത്തിനുള്ളൊരു സംഭവിച്ചാൽ ദൈവം ആ വ്യക്തിയെ എടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങും. ഒരാളെങ്കിലും വിശ്വാസം ജീവിച്ചാൽ മതി. ഇപ്പം സോനായുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ. അപ്പം സോനയുടെ വിഷയം എന്താണ്? നിങ്ങൾ വന്ന് ഒരു കാര്യം എനിക്ക് മനസ്സിലാകും, നിങ്ങളൊക്കെ സോനയേക്കാൾ ഭാഗ്യവതികളാണ്. എന്താ കാര്യത്തിൽ ഇവർക്ക് സംഭവിച്ചത്, കല്യാണം കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞ് 6 വർഷം കഴിഞ്ഞപ്പോൾ അവർക്ക് 2 കുഞ്ഞുങ്ങൾ ജനിച്ച്. 2 കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഭർത്താവിന് ഡെങ്കിപ്പനി വന്നിട്ട് ശ്വാസതടസ്സം മൂലം കല്യാണം കഴിഞ്ഞ് 6-ാം മാസം 2 കുഞ്ഞുങ്ങൾ പൊടിക്കുഞ്ഞുങ്ങളുള്ളപ്പോൾ 6 കൊല്ലം മാത്രം ഇരിക്കുമ്പോൾ ഹസ്ബൻഡൊക്കെ മരിച്ചാൽ അവർ അതിജീവനം ഭയങ്കര പാടായിരിക്കും. അവർക്ക് എങ്ങനെ ജീവിക്കുമെന്നറിയാൻ പറ്റില്ല. കാര്യം വെച്ചാൽ ഇതിൻ്റെ കൂടെ ഇനി ഭാവി എന്താണ്? കാര്യം ഒരു മകനുണ്ട്. ആ അവന് എപ്പിലെപ്സിയ. അവനെ ഇട്ടച്ച് ഒരിടത്തും ജോലിക്ക് പോകാൻ പറ്റത്തില്ല, ജീവിക്കുകയും വേണം. അവന് അപസ്മാരമാണ്. അപ്പോൾ അവന് ഇട്ടിട്ട് ഇനി ജോലിക്ക് പോയി ജീവിക്കണ്ടേ, 2 കുഞ്ഞുങ്ങളെ വളർത്തണ്ടേ. പക്ഷേ ഈ അപസ്മാര പഠിക്കുന്ന കൊച്ചിനെ എങ്ങനെ ഇട്ടച്ചും പോകും? അവൾക്കാണെങ്കിൽ നിരാശയും സങ്കടവും ഭാരവും ദൈവത്തോട് വെറുപ്പും. ഞാൻ നിന്നോട് എന്ത് അപരാധം ചെയ്തു?
എനിക്കിത്രയും വലിയ ഞാൻ എങ്ങനെയാണ് ഈ കടങ്ങളുണ്ട് ആ ഒരു പെങ്കൊച്ചുള്ളതാണെങ്കിൽ സംസാരിക്കണില്ല, വീടില്ല. ഇതൊക്കെ കേട്ട് നിങ്ങൾക്കൊന്നും തോന്നണില്ലേ? ഒരു സ്ത്രീക്ക് അനുഭവിക്കാവുന്നതിൻ്റെ മാക്സിമമാണ്. അപ്പോൾ ഇവള് ചിന്തിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളുടെ അമ്മയോട് പറഞ്ഞ് എനിക്ക് ഡിപ്രഷനാണെന്ന് തോന്നണത്, കാര്യം എനിക്ക് ഭ്രാന്ത് പോലെ തോന്നണം. അപ്പോൾ അതുകൊണ്ട് എന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു സൈക്കാട്രിസ്റ്റിൽ കൊണ്ടുപോകും, അല്ലെ ഞാൻ മരിച്ചു പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ അവളുടെ ഉദ്ദേശം അതല്ല. എന്താ അവളുടെ ഉദ്ദേശം? അവൾക്ക് മുന്നോട്ട് പോകാൻ പറ്റണില്ല. 10,000 രൂപ വെച്ച് മാസം വേണം. ചിട്ടിയല്ല, കടങ്ങളുടെ പലിശ കൊടുക്കണം 10,000 രൂപ ഒരു മാസം. ഭർത്താവ് ഉള്ളപ്പോൾ ഇതെങ്ങനെ കൊടുത്തെന്ന് പോലും അറിയാൻ പാടില്ലായിരുന്നു. അതങ്ങനെ അയാൾ വേലയെടുത്ത് കൊടുത്ത് ഇവളെ അറിയിക്കാതെ കൊണ്ടുടക്കിയിരുന്നു. ഇപ്പം ഇതെല്ലാം ഇപ്പോൾ ഇവളുടെ പെടലേക്ക് വന്നു. നീ ഭർത്താക്കന്മാരെ കിട്ടുമ്പോഴൊക്കെ തെറി പറഞ്ഞാൽ ഓർക്കണം, അവരുള്ളപ്പോൾ നമ്മളിതൊന്നും അറിയത്തില്ല, ഇല്ലാത്തപ്പോഴായിരിക്കും വിവരം അറിയാൻ പോണത്. വളരെ സീരിയസ് ആയിട്ടുള്ള സിറ്റുവേഷൻ ചെയ്തപ്പോൾ ഇവൾ മരിച്ചായി. പിള്ളേർക്ക് ഉറക്ക ഗുളിക കൊടുത്തിട്ട് അവർ മരിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഉറക്ക ഗുളിക കഴിച്ച് മരിക്കാം, അങ്ങനെയാണ് അവർ വിചാരിക്കുന്നത്. പിള്ളേർക്ക് ആദ്യം ഉറക്ക ഗുളിക കുഴിച്ച് പക്ഷേ ഉറക്ക ഗുളിക കിട്ടത്തില്ലല്ല. അതുകൊണ്ട് അവളുടെ അമ്മയോട് പറഞ്ഞ് എന്നെ ഒരു സൈക്കാട്രിസ്റ്റ് അടുത്ത് കൊണ്ടുപോകണമെന്ന് പറയും. അപ്പോൾ സ്വാഭാവികമായിട്ട് സൈക്കാട്രിസ്റ്റ് ഉറക്ക ഗുളിക കുറിക്കും. അപ്പോൾ അത് വാങ്ങിച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം, അവക്കും കഴിക്കാമെന്ന് പറഞ്ഞാണ് ഗൂഢലക്ഷ്യമാണ് ഈ അമ്മയും കൊണ്ട് പോണത്. അപ്പം ഇങ്ങനെ സൈക്കാട്രിസ്റ്റ് അടുത്ത് പോവും. പക്ഷേ അമ്മക്ക് ഉറക്കമൊക്കെ ഉണ്ടോയെന്ന് ഇവളോട് ചോദിക്കുമ്പോൾ അമ്മ കയറി പറയും നല്ല ഉറക്കമുണ്ടെന്ന് പറയും. മാതാവ് ഇടപെടുന്ന രീതി, ദൈവം ഇടപെടുന്ന കാര്യമുണ്ടല്ലോ. നമ്മൾക്ക് നമ്മളെ വേണ്ടെന്ന് പറഞ്ഞാലും ദൈവത്തിന് നിന്നെ വേണം. കൈയടിക്കട്ടെ സ്തുതികളല്ലേ. അപ്പം ഈ ഒരു ജംഗ്ഷൻ കണ്ടില്ലേ, ഇത് വല്ലാത്തൊരു ജംഗ്ഷനാണ്. ഗൂഢമായ സങ്കടം കയറി തകർന്ന് തരിപ്പണമായ മനസ്സ്, അവൾ സ്വയമായി കുഞ്ഞുങ്ങൾക്ക് ഉറക്കഗുളിക കൊടുത്ത് കുഞ്ഞുങ്ങൾ മരിച്ചു കഴിഞ്ഞിട്ട് അപ്പോൾ എന്നിട്ട് പറയും ഞാനെങ്ങനെ കുഞ്ഞുങ്ങൾ മരിക്കുന്നത് കാണും, ഞാൻ കുഞ്ഞുങ്ങളെ ചോദിച്ച് വാങ്ങിച്ചതാണ്. ഒരു ആടിനെയും ചോദിച്ചപ്പോൾ കർത്താവ് എനിക്ക് ആടിനെ തന്ന്, പിന്നെ ഞാനൊരു പെണ്ണിനെ ചോദിച്ച് കർത്താവ് എനിക്ക് പെണ്ണിനെ തന്ന്, ഞാനെങ്ങനെ അവരെ കൊന്നിട്ട് ഞാനെങ്ങനെ അത് കണ്ടിട്ട് മരിക്കും എന്നൊക്കെ പറഞ്ഞ് ഇവൾ സങ്കടപ്പെട്ട് വല്ലാത്തൊരവസ്ഥയിലാണ്. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ അതിനുശേഷം ഡോക്ടർ ഇവളുടെ അമ്മയോട് പറയും ഉറക്കമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല, നിങ്ങൾ അമ്മയുടെ കൂടെ കുറച്ച് നേരം നിർത്ത്. ഇപ്പം ബന്ധു വീട്ടിലല്ലേ, അപ്പം മരണ വീടല്ലേ, അപ്പം അമ്മയുടെ കൂടെ കുറച്ച് നാൾ നിന്ന് കഴിയുമ്പോൾ ഒരുവിധം ഓക്കെ ആകുമെന്ന് പറഞ്ഞു. ഉറക്കം ഉണ്ടല്ല, ഉറക്കം ഇല്ല ശരിക്കും പറഞ്ഞു ഇവക്ക്. പക്ഷേ ഇവക്ക് ഉറക്കം ഇല്ലെന്ന് പറഞ്ഞാൽ ഡോക്ടർ ഉറക്ക ഗുളിക എഴുതും. ഉറക്ക ഗുളിക കിട്ടിക്കഴിഞ്ഞാൽ അത് കഴിച്ച് മരിക്കുക. അത് ദൈവത്തിന് അറിയാവുന്ന കാരണം അമ്മയെക്കൊണ്ട് ചാടിക്കറി പറയിപ്പിച്ച് ഉറക്കമുണ്ടെന്ന് പറയിപ്പിച്ച്. അതാണ് നോക്കിയാൽ ദൈവം എങ്ങനെ ഒരു വ്യക്തിയെ പരിപാലിക്കണമെന്ന് നോക്കിയേ. അത് പരിപാലനം തീരണില്ല, രസമാണ്. എന്നിട്ട് ഇതിങ്ങനെ പോയിട്ട് ഇവളെ വീട്ടിൽ വരും, അമ്മയുടെ കൂടെ നിൽക്കും, പിന്നെ വീട്ടുകാരൊക്കെ വരും. ഇവളുടെ അവസ്ഥ കണ്ടിട്ട് ഇവളെ കടുങ്ങുകയും ചെയ്യരുതല്ല. അപ്പം അങ്ങനെയൊക്കെ നടന്ന അവസാനം 41 ആവും. 41 ദിവസം ആകുമ്പോൾ ഇവള് ഭർത്താവിൻ്റെ വീട്ടിൽ പോകും. ആ 41 കഴിഞ്ഞിട്ട് അതിൻ്റെ അടിയന്തരവും അതുപോലെ തന്നെ അതിൻ്റെ സ്നേഹവിരുന്നൊക്കെ കഴിഞ്ഞിട്ട് ഓരോരുത്തരായിട്ട് പോകും. ഇവിടെയാണ് സീൻ കോന്തറയാകണത്. ഇത് വല്ലാത്ത ഒരു സീനാണിത്. ഇങ്ങനെ ഓരോരുത്തരായിട്ട് വന്നിട്ട് ഇവളോട് യാത്ര പറഞ്ഞ് ഇങ്ങനെ പിരിഞ്ഞ് പോകുമ്പോൾ പൊട്ടാതെ അവളെ നിൽക്കും. ഒരു മൂകമായ വേദനയുടെ പുഞ്ചിരിയൊക്കെ നിർത്തി അവൾ പറയണ അവസാനം എൻ്റെ അമ്മയും വന്ന് എന്നോട് യാത്ര പറഞ്ഞു, അമ്മയും പോയി എന്ന്. ഞാൻ പിന്നെ ഒറ്റക്കായി.
അപ്പോഴീ ഡിപ്രഷൻ തിരിച്ചു വന്നെന്ന്. അതാണ്, അപ്പോൾ ഈ ഡിപ്രഷൻ തിരിച്ചു വന്നപ്പോൾ ഞാൻ പോയി ആ പ്രിസ്ക്രിപ്ഷൻ നോക്കിയായിരുന്നു. ഡോക്ടറിൻ്റെ ഇടയ്ക്ക് സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചായിരുന്നു ഞാൻ ഉറക്ക ഗുളിക എഴുതിയിട്ടുണ്ടായിരുന്നെന്ന്. ഇവളോട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ, ഡോക്ടർ എഴുതിയിട്ടുണ്ടായിരുന്നു. ഡോക്ടറിന് അറിയാമായിരുന്നു ഇവർക്ക് ഉറക്കമില്ലെന്നുള്ളത്. അമ്മ ചാടി പറഞ്ഞെങ്കിലും ഡോക്ടറിന് ഇവളെ കണ്ടപ്പോൾ മനസ്സിലായി ഇവർക്ക് ഉറക്കമില്ലെന്ന്. അയാളെ ഉറക്ക ഗുളികൻ്റെ അങ്ങനെ ഉറക്ക ഗുളിക എഴുതിയിട്ടുണ്ടായിരുന്നു എൻ്റെ അകത്ത്. അത് പിന്നീട് കുറക്കാൻ വേണ്ടി നോക്കിയപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത്, അയ്യോ അപ്പോൾ ഇനി ഉറക്ക ഗുളിക ഇനിയിപ്പോൾ വേണ്ടി വരത്തില്ലായിരിക്കുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് കളഞ്ഞു. അപ്പോൾ ആ പക്ഷേ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടുപിടിച്ചവൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനും അവൾ കഴിക്കാനും വേണ്ടി ഉറക്ക ഗുളിക പ്രിസ്ക്രിപ്ഷൻ എടുത്ത് ഇവളെ എടുത്ത് തലയുടെ താഴെ വെച്ച് രാവിലെ എടുത്തുകൊണ്ട് പോയി ഉറക്ക ഗുളിക മേടിക്കാൻ വേണ്ടി, കൂട്ടത്തോടെ മേടിക്കാൻ വേണ്ടി. അപ്പോൾ വാതിലെ മുട്ടി ഒരാൾ. അപ്പോഴൊരു ചേടുത്തി, ഒരു പരിചയമില്ലാത്ത ചേടുത്തി. അവൾ എന്താ ചെയ്തിരിക്കുന്നറിയാവോ? അവൾ വന്ന ഉടനെ ഉടമ്പടി തൈലമെടുത്ത് ഇവിടെ നെറ്റിക്ക് പൂശി, എന്നിട്ട് ഉപ്പെടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി ഇവിടെ മുറി മുഴുവൻ തൂളി. പരിചയമില്ലാത്ത ചേടുത്ത വിചാരിക്കണേ. എന്നിട്ട് കൃപാസനം പത്രമെടുത്ത് കൊടുത്തു, മകളെ ഈ സ്ഥലത്ത് പോയാൽ മതി, നീ രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. അപ്പം ഞാനൊരു ദൈവം, ഈ കൃപാസനം പത്രത്വമാണ് ഏറ്റവും കൂടുതൽ ലോകം മുഴുവൻ നമ്മളെ ആക്രമിച്ചത്, അല്ലേ? പിശാച് ഏറ്റവും കൂടുതൽ ആക്രമിച്ചത് കൃപാസനത്തിന് ഇരുട്ട് നിർത്തിയത് ഈ കൃപാസനം പത്രം. അതൊക്കെ അപ്പോഴും ഞങ്ങൾ കുറച്ച് പേര് ഇതിനോട് ഏറ്റവും അടുത്ത് നിൽക്കണ 1-2 പേര് പറഞ്ഞിരുന്നു, എന്ത് ആക്രമണം ഉണ്ടെങ്കിലും കൃപാസനം പത്രത്തിൽ ദൈവത്തിൻ്റെ ജീവനുള്ളത് കൊണ്ടാണ് ഇത്രയും ആക്രമണം വരണത്. ഇതുവഴി ജനത വീണ്ടെടുക്കും, ദൈവത്തിൻ്റെ പദ്ധതിയാണ് ഇത്, അതുകൊണ്ടാണ് ഇത്രയും ആക്രമണം കൃപാസനം പത്രത്തിൽ വരണം. അതുകൊണ്ട് ഞങ്ങൾ ഒന്നും പിൻവലിക്കാൻ തയ്യാറായില്ല. ഞാൻ അപ്പോളജി അന്ന് 5-6 കൊല്ലം മുമ്പ് പറഞ്ഞെങ്കിലും പത്രത്തെ ഞാൻ ഒരിക്കലും താത്തിക്കിട്ടിയില്ല. ആൾക്കാർ പറയണമെന്ന് ഞാൻ ഏറ്റെടുത്തില്ല. എന്താ കാര്യം? പത്രത്തിലൂടെ ഇന്നും ദൈവം ജനങ്ങളെ കണ്ടുമുട്ടുകയും അവരെ സ്പർശിക്കുകയും ശക്തിപ്പെടുത്തുകയും കർത്താവ് കൈമാറുകയും ചെയ്യുന്നതിനെക്കുറിച്ച് ഞങ്ങൾക്ക് നല്ല ബോധ്യം ഉണ്ടായിരുന്നു. അപ്പോഴേ ഈ പത്രം കിട്ടിക്കഴിയുമ്പോൾ ഈ പത്രം വായിച്ചുകൊണ്ട് ഇവിടെ വരും. ഇവിടെ വന്ന് ആ ഉടമ്പടിയെല്ലാം ചെയ്ത്, ഉടമ്പടി ചെയ്യുമ്പോൾ എത്ര കാര്യങ്ങളാണെന്നറിയാമോ? പാവത്തിന് ഇനി ഒന്നേം തുടങ്ങണം ജീവിതം, ഒന്നേം തുടങ്ങണം. എന്തൊക്കെയാണ് തുടങ്ങേണ്ടത്? ഒന്നാമത്തെ കാര്യം അവൾക്ക് ശ്രുതികടെ മക്കളെ സോന ഇവിടെ വരുമ്പോൾ എനിക്കിഷ്ടപ്പെട്ടത് അവൾ പറയുന്ന കുറേ കാര്യങ്ങളിൽ ഒരു കാര്യം, ഇത്രയും 0- തണുത്ത് ജീവിക്കുന്ന ഒരാളാണ്. നോബഡി ടു ഹെൽപ്പ്. ജീവിക്കുന്നതിനേക്കാൾ നല്ലത് മരിക്കുകയാണെന്ന് തോന്നുന്ന ഒരു കാലം. ഈ കാലത്ത് അവൾ പറയണതേ, ഞാനിവിടെ ചവിട്ടിയതിന് ശേഷം ഞാൻ എൻ്റെ നെഞ്ചത്ത് തപ്പി നോക്കിയെന്ന്, ഇങ്ങനെ കൈ വെച്ച് നോക്കി. എന്താണെന്നറിയാവോ? എൻ്റെ ഹൃദയം ഇങ്ങനെ ആരോ കയ്യിൽ താങ്ങണ പോലെയൊക്കെ തോന്നിയെന്ന്. അതിൻ്റെ കാരണത്തിൽ ഞാനൊരു പരീക്ഷ കേൾക്കുമ്പോൾ തന്നെ പടപടാന്ന് ചെണ്ട കൊട്ടണ പോലെ എൻ്റെ ചങ്കിടിക്കണതാ. ചങ്കുള്ളവ പോലും തോന്നണില്ല എനിക്ക്. കർത്താവ് എന്നെ താങ്ങണ പോലെ തോന്നിയെന്ന്. ഓരോരുത്തരുടെ ഈ അഭിഷേക എക്സ്പീരിയൻസ് ഇല്ലേ, അവരുടെ ഭാഷയിലാണ് അവതരിപ്പിക്കണത്. എന്നിട്ട് അന്ന് കർത്താവ് അവളോട് സംസാരിച്ചത് അവളുടെ മകനെക്കുറിച്ചാണ് സുവിശേഷത്തിലൂടെ സംസാരിച്ചത്. 17-ാം അധ്യായം. അന്ന് അവൾക്ക് അഭിഷേകം ഉണ്ടായത് 17-ാം അധ്യായത്തിലാണ്. അവൾ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നൊരു വിഷയമായിരുന്നത് 17-ാം അധ്യായം. മത്തായി 17:15 എടുത്ത് ശ്രുതിയുടെ ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ 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 ശ്രുതിയുടെ ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ 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 മത്തായി 17:15 കർത്താവേ എന്റെ പുത്രനിൽ കനിയണമേ, എന്റെ പുത്രനിൽ കനിയണമേ. അവൻ അപസ്മാരം പിടിപെട്ട് വല്ലാതെ കഷ്ടപ്പെടുന്നു. അവളുടെ പ്രാർത്ഥനയാണ് അന്ന് സുവിശേഷത്തിൽ കൈകാര്യം ചെയ്തത്.
ഇതിന് ശേഷം ഇവള് അപ്പം തന്നെ മനസ്സിലായി അവളുടെ കാര്യം ഈശോ ശ്രദ്ധിക്കാൻ തുടങ്ങിയെന്ന്. അവളുടെ പ്രാർത്ഥന സുവിശേഷമായി വായിക്കപ്പെടുമ്പോഴേ അവളുടെ വിഷയം കർത്താവ് ഏറ്റെടുത്തു എന്നുള്ള ബോധ്യം. അതാണ് അവൾ പറയണത്, എന്നെ ആരും താങ്ങിപ്പിടിക്കണവരെനിക്ക് തോന്നിയെന്ന്. എൻ്റെ മക്കളെ, ഇത് ഭയങ്കരമായ ഒരു വല്ലാത്ത സത്യമാണ്. അതായത് മറിയത്തിൻ്റെ കാര്യം പറയുമെങ്കിലും അത് ടു ജീസസ് ത്രൂ മേരി ആ ഒരു പ്രിൻസിപ്പിൾ ശരിക്കും വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതും ഇങ്ങനെയുള്ള സമയത്ത് നമ്മളെ സന്ധിക്കുന്നതും കർത്താവ് എങ്ങനെയാണെന്ന് നോക്കി, അവളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന വിഷയം അവളുടെ മകനാണെന്ന് ഈശോയ്ക്കറിയാം. അതാണ് വിഷയം. ആ വിഷയമാണ് ആദ്യം ടേക്കപ്പ് ചെയ്യണത്. ആദ്യം ടേക്കപ്പ് ചെയ്തിട്ട് അതിനുശേഷം ഇവളെ ചീട്ടെടുത്തിട്ട് എന്നെ കാണാൻ വരും. കാണാൻ വരുമ്പോൾ ഞാൻ കുഞ്ഞിൻ്റെ ഈ അപസ്മാരത്തിൻ്റെ പേപ്പർ കൊണ്ടുപോയി ഞാൻ മാതാവിന് കൊടുക്കും. മാതാവിന് കൊടുത്തിട്ട് തിരിച്ച് വന്ന് ഇവൻ്റെ നെറ്റിയിൽ തൈലം പൂശിയിട്ട് ഇവൻ്റെ തലേ കൈവെക്കും. എന്നിട്ട് ഇവൻ്റെ കവളെ തട്ടിട്ട് ചിരിക്കും. ഞാനതൊന്നും അറിയാതെ ചെയ്യണതാ, കർത്താവ് എന്നോട് ചെയ്യിക്കുന്നതാണ്. അതോടുകൂടി പിന്നെ അവൻ വീണിട്ടില്ല. അതിന് അവൻ അപസ്മാരം ആ വിഷയം അപ്പം തന്നെ വിട്ടുപോകും. ദൈവം എന്ത് സൂക്ഷിച്ചാണെന്നറിയാമോ ഓരോ കാര്യങ്ങൾ ചെയ്യണത്. നിങ്ങളെ പലപ്പോഴും നിങ്ങൾക്ക് പറ്റണത്, ഞാൻ പറയും, നിങ്ങളൊരു പഠിച്ച മണ്ടന്മാരാണ്. എല്ലാവരും അല്ല, കുറച്ച് പേര്. എന്ന് വെച്ചാൽ അവർ ടെസ്റ്റ് അടിക്കാൻ വന്ന ആൾക്കാരാണ്. ദൈവത്തിന് പണി കൊടുക്കാൻ വേണ്ടി കുറേ ആൾക്കാർ ഉടമ്പടി എടുക്കാൻ വരും. നടക്കുവായില്ലെന്ന് അറിയട്ടെ, എന്താണ് അവിടെ ചെയ്യണമെന്ന് നോക്കട്ടെ, ഇതിനകത്ത് വല്ല പറ്റിക്കലുണ്ടാകുന്ന അറിയട്ടെ എന്നറിയാൻ വേണ്ടി ഞങ്ങൾക്ക് അനുഭവം കിട്ടുമെന്ന് നോക്കട്ടെ. ഇങ്ങനെ ഓരോ കാര്യം പറഞ്ഞ് പിശാചിനെ പോരാ, കർത്താവിനെ പരീക്ഷിച്ച പിശാചിനെ പോലെ വരും. നിങ്ങൾ ദൈവത്തിന് പണി കൊടുക്കാൻ വരുമ്പോൾ നിങ്ങളുടെ പണിയിന് കൂടാൻ പോണതേ ഉള്ളൂ. നിങ്ങൾ വിശുദ്ധമായ സ്ഥലത്ത് കടന്നു വരുമ്പോൾ നിങ്ങൾ അനുദപിക്കണേ വേണ്ടത്, അല്ലാതെ ആലോചിക്കല്ല വേണ്ടത്. ആൾക്കാർ ചെയ്യണമെന്നാണ്. ഇവിടെ എന്താ വേണ്ടത്? അനുതാപമാണ് വേണ്ടത്. അല്ലാതെ വല്ല പൊട്ടന്മാരും നിങ്ങളുടെ തല അടിച്ച് കയറ്റിയിട്ട് വിഷയം വെച്ച് ആലോചിക്കല്ലേ വേണ്ടത്. ദാറ്റ് ഇസ് നോട്ട് സെൻസ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഹൃദയശുദ്ധി ഇല്ലാത്തവനെ കർത്താവ് നോക്കത്തില്ല. മനസ്സിലായില്ലേ? ഹൃദയശുദ്ധി ഇല്ലാത്തവനെ കർത്താവ്, ഹൃദയശുദ്ധി ഇല്ലാത്തവൻ എന്താണ്? രണ്ട് ഹൃദയമുള്ള ആൾക്കാരെ, ഡബിൾ മൈൻഡഡ് പീപ്പിൾ. അതിനാണ് ഈ സിംഗിൾ മൈൻഡഡ് അല്ലാത്തവർ, ഡബിൾ മൈൻഡഡ് ആണ്. ഒക്കുമായിരിക്കും. ഒക്കെ നോക്കട്ടെ, ആദ്യം എന്തെങ്കിലും കിട്ടുവാന്ന് നോക്കട്ടെ, ഒരു അടയാളം കാണുവാൻ നോക്കട്ടെ. ഡബിൾ മൈൻഡഡ് പീപ്പിൾ. ഈ ഡബിൾ മൈൻഡഡ് പീപ്പിളിനെ ഹൃദയാശുദ്ധി, അതാണ് ആ ദൈവം എന്താ പറഞ്ഞത്, ഹൃദയശുദ്ധമല്ലാത്ത ആൾക്കാരെ ദൈവം നോക്കത്തില്ലെന്നാണ് ബൈബിൾ പറയണത്. അപ്പം നിങ്ങൾ എന്നോട് ചോദിക്കും, അങ്ങനെ ബൈബിൾ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷേ എന്താ പറഞ്ഞിരിക്കണത്? ഹൃദയശുദ്ധി ഉള്ളവർ ദൈവത്തെ കാണും. എന്ന് വെച്ചതിൻ്റെ അർത്ഥം എന്താണ്? ഹൃദയശുദ്ധി ഇല്ലാത്തവർ ദൈവത്തെ കാണത്തില്ലെന്നതിൻ്റെ അർത്ഥം. നിങ്ങൾക്കൊന്നും കിട്ടാൻ പോണില്ല. വെറുതെ ആലപ്പുഴ ഒന്ന് കാശ് പോയത് തന്നെ മെച്ചം. മര്യാദക്ക് അനുദപിക്കുകയാണ് നിങ്ങളുടെ മുമ്പിലുള്ള ഓപ്ഷൻ. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ, എല്ലാ ആലോചനകളും വ്യർത്ഥാലോചനകളും വെടിഞ്ഞ് അനുതാപത്തിന്റെ ആത്മാവിനാൽ ദൈവത്തെ നേടുന്നതിനായി എന്നെ അഭിഷേകം ചെയ്യണമേ. അവൻ പറയണത് പോലെ ചെയ്യുക. സിമ്പിളല്ലേ? അവൻ പറഞ്ഞു ആദ്യത്തെ കാര്യം എന്താ? അനുദപിക്കുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക. അത് അവിടുന്ന് തുടങ്ങേണ്ട ഒരു അവിടെപ്പടി. 1:15 അവൻ പറഞ്ഞു സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. ഈ അതായത് അനുദപിച്ച് സുവിശേഷത്തെ വിശ്വസിക്കുക പറയുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പിന്നെ ഈ സുവിശേഷത്തെ വിശ്വസിക്കുമ്പോൾ ഈ ഡബിൾ ഹാർട്ടഡ് ആയിട്ടുള്ള വ്യക്തികൾക്ക്, ഡബിൾ മൈൻഡഡ് സ്പിരിറ്റഡ് പേഴ്സണാലിറ്റി, ഇവിടെയാണ് ഈ അനുതാപം ആവശ്യമായി വരുന്നത്. അതുകൊണ്ട് ആദ്യത്തെ പേഴ്സണായിട്ട് ഈശോ ഡിക്ലെയർ ചെയ്യും അനുതാപം എന്താണ്? നഥാനിയേലിനെ കാണും. നഥാനിയേലിനെ കണ്ടെത്തി പറയും, ഹിസ് ഈസ് ദ റിയൽ ഇസ്രയേൽ, ഹി ഈസ് നോട്ട് എ ക്രിപ്റ്റോകാറ്റ്, ദർ ഇസ് നോട്ട് ഡബിൾ ഹാർട്ട് ഇൻ ഹിം. അവനിൽ കപട്യമില്ല. അതാണ് യോഹന്നാൻ 1:47. ശ്രുതികട ഹല്ലേലൂയ.
ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ ഹല്ലേലൂയ യോഹന്നാൻ 1:47 1:47 നഥാനിയേൽ തന്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് യേശു അവനെ പറ്റി പറഞ്ഞു ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. ആദ്യം ഈ അനുതാപം പറയുമ്പോൾ അനുതാപം എങ്ങോട്ടാണ് പോകണമെന്ന് നമുക്കറിയാം. നിഷ്കാപട്യത്തിലേക്കാണ് അനുതാപം പോകുന്നത്. അനുതാപത്തിൻ്റെ ഫലം എന്താണ്? നിഷ്കാപട്യമുള്ള ഒരു കാപട്യമില്ലാത്തൊരു ഹൃദയം. അനുതപിച്ച ഹൃദയം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡബിൾ ഹാർട്ടഡ് അല്ലാത്ത വ്യക്തി. അങ്ങനെ ഒരാളെ കണ്ടുപിടിച്ചപ്പോൾ ഈശോ അയാളെ ബ്രാൻഡ് ചെയ്യണ കാണാം. നമുക്കിനി ഇവിടുന്ന് തുടങ്ങാമെന്ന് പറയും. നാഥാനിയേക്കാണ് പറയും ഇതാണ് ഞാൻ പറഞ്ഞത്. എന്നിട്ട് ഇവിടുന്ന് ഈ നാഥാനിയിൽ നിന്നാണ് ഈശോ പിന്നീട് പറയണത് അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെക്കുറിച്ച് എന്നതിനേക്കാൾ അനുതപിക്കുന്നൊരു പാപിക്ക് വേണ്ടി സ്വർഗത്തിൽ സന്തോഷമുണ്ടാകും. അപ്പം നാഥാനിയനെ പോലുള്ള ആൾക്കാർ പലരും കർത്താവ് കണ്ടുമുട്ടിയുണ്ട് ജീവിതത്തിൽ. ദൈവത്തിന് ഈസിയായിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്നവർ ഇവരാണ് അനുതാപം ആവശ്യമില്ലാത്ത മനുഷ്യർ. അപ്പം അനുതാപം എല്ലാവർക്കും ആവശ്യമുണ്ടെന്ന് ബൈബിൾ പറയണില്ല. ഡബിൾ ഹാർട്ടഡ് ആയിട്ട് വരുമ്പോഴാണ് ഈ അനുതാപം ആവശ്യമായിട്ട് വരണത്. എന്ന് വെച്ചാൽ ഓരോരോ കാലഘട്ടത്തിൽ ഓരോരോ രീതികൾ വരികയില്ലേ. ലൂർദിലെ അമ്മ പറഞ്ഞത് ഉടമ്പടി എടുക്കുന്ന വ്യക്തി സിംഗിൾ പേഴ്സൺ ആയിരിക്കണമെന്ന്. ഡബിൾ പേഴ്സൺ ഉടമ്പടി എടുക്കാൻ പറ്റത്തില്ലെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ വിഷയത്തിൽ തന്നെ 2 നിലപാടുകൾ 2 വ്യത്യസ്തമായ സാഹചര്യങ്ങൾ എടുക്കാൻ പറ്റത്തില്ല. അയാൾക്ക് ഒരു ഐഡിയ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. തൻ്റെ കാര്യം വരുമ്പോൾ ഒരു തീരുമാനം, മറ്റുള്ളവരുടെ കാര്യം വരുമ്പോൾ വേറെ തീരുമാനം. അങ്ങനെ വരാൻ പറ്റത്തില്ല. എല്ലാ സമയത്തും അതാണ് ഈശോ എപ്പോഴും പറയുന്നത്, നിങ്ങളുടെ ഉത്തരം ഒന്നെങ്കിൽ യേസ് ആയിരിക്കണം അല്ലെങ്കിൽ നോ ആയിരിക്കണമെന്ന്. അത് ഇതിനെ തുടർന്നാണ് ഈശോ പറയണത്. കാര്യം ഈ അനുതാപത്തിനെ തുടർന്ന് പിന്നീട് വരുന്ന ഏത് വിഷയമാണ്? ശ്രുതിയുടെ മക്കളെ ശ്രുതിയുടെ ഹല്ലേലൂയ. ഇപ്പം നമ്മൾ ഈ സമരക്കാരൻ്റെ പ്രശ്നം അത് തന്നെയാണ്. കർത്താവിൻ്റെ കൂടെ നിൽക്കുമ്പോൾ ഭയങ്കര ക്ഷമയാണ്, സ്നേഹമാണ്, സഹനമാണെന്നൊക്കെ പറഞ്ഞ് എല്ലാം അംഗീകരിക്കും. പക്ഷേ ഇവർ നേരിട്ട് അവർക്ക് ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അവർ തനിനിറം കാണിക്കും. ആരാണ്? യാക്കൂബും യോഹന്നാനും. അവർ സമരക്കാരൊക്കെ പറഞ്ഞു വിടുന്നില്ലേ? സമര വിടുമ്പോൾ എന്താ പറയണത്? ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ് 9:54 ലൂക്കായുടെ സുവിശേഷം. ലൂക്ക 9:54. ഇത് കണ്ടപ്പോൾ ശിഷ്യന്മാരായ യാക്കോബും യോഹന്നാനും പറഞ്ഞു, കർത്താവേ, സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ഇവരെ നശിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പറയട്ടെയോ? അപ്പൊ എന്താണ് അതെന്താണ്? 9:54 സമറിയയിലൂടെ ശിഷ്യന്മാരെ ഈശോനെ വിടാതിരുന്നപ്പോൾ ഇവിടെ തനിതരം പുറത്തു വന്നു. അപ്പോൾ ഡബിൾ പേഴ്സണായവർ കർത്താവിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ശാന്തത, ക്ഷമയെന്നൊക്കെ പറഞ്ഞ് നിൽക്കും. പക്ഷേ ഫീൽഡിൽ ഇറങ്ങുമ്പോൾ സ്വന്തം സ്വഭാവം കാണിക്കും. ഈ ഡബിൾ നിറ ഇവർക്ക് കൊണ്ടാണ് ഇവർക്ക് പ്രോബ്ലം ഉണ്ടാക്കി കൊടുക്കുന്നത്. എപ്പോഴും നമ്മുടെ പ്രോബ്ലം എപ്പോഴും ഉണ്ടാകണം, നമ്മളുണ്ടാക്കണതാണ്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾക്കൊരു പ്രോബ്ലം ഉണ്ടാകുന്നെങ്കിൽ ആ പ്രോബ്ലത്തിന് പലപ്പോഴും ഉത്തരവാദി ബൈബിൾ അതിനെക്കുറിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം മനുഷ്യൻ, നമ്മളറിയാം സഭാപ്രസംഗം എടുത്തേ 7:29 ശ്രുതിയുടെ ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 യേശുവേ നന്ദി മഹത്വം മഹത്വം മഹത്വം. സഭാപ്രസംഗം 7:29. സഭാപ്രസംഗകൻ 7:29. ദൈവം മനുഷ്യനെ സരള ഹൃദയനായി സൃഷ്ടിച്ചു. സരള ഹൃദയം എന്ന് പറഞ്ഞാൽ എന്താണ്? കാപട്യമില്ല. ഇതാ ഒരു യഥാർത്ഥ ഇസ്രായേലിയൻ, ഇവനിൽ കാപട്യമില്ലെന്ന് പറഞ്ഞില്ലേ? അതാണ് വിഷയം. അതിനാണ് ബൈബിള് മലയാളം തർജ്ജമ ചെയ്തപ്പോൾ സരളം എന്നൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതായത് ദൈവം മനുഷ്യനെ കാപട്യമില്ലാത്തവനായി സൃഷ്ടിച്ചു. പിന്നെന്താണ്? എന്നാൽ അവന്റെ സങ്കീർണ പ്രശ്നങ്ങൾ അവന്റെ തന്നെ സൃഷ്ടിയാണ്. അവന്റെ കാപട്യത്തിന്റെ സൃഷ്ടിയാണെന്ന് പറയണത്. ഇതിവിടെ നിൽക്കത്തില്ല ഈ സംഭവം.
ഈ സാധനത്തിന് അഡ്രസ്സ് ചെയ്യാതെ ഉടമ്പടി ലാൻഡ് ചെയ്യത്തില്ല, കറക്റ്റായിട്ട് ഉറക്കത്തില്ല. ദൈവം സഭാപ്രസംഗം 7:29 എന്ന് പറഞ്ഞ ദൈവം മനുഷ്യനെ ലളിത ഹൃദയനായി സൃഷ്ടിച്ചു. അവന്റെ സങ്കീർണങ്ങളായ പ്രശ്നങ്ങളെ അവന്റെ തന്നെ സൃഷ്ടിയാണ്. അതായത് പുറത്തൊന്ന് പറയുകയും ഉള്ളിലിരിപ്പ് വേറെ ആകുകയും ചെയ്യും. അതാണ് വിഷയം. അപ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. പുറത്തൊന്ന് പറയുകയും ഉള്ളിലിരിപ്പ് വേറെ ആകുകയും ചെയ്യും. പുറത്ത് പറയണതായിരിക്കത്തില്ല ഉള്ളിലിരിപ്പ്. ഉള്ളിലിരിപ്പ് ചിലപ്പോൾ വേറെ എന്തെങ്കിലും സ്വകാര്യമായ വിഷയങ്ങളിൽ എന്തെങ്കിലും നടത്തിയെടുക്കുന്നതായിരിക്കും ഉള്ളിലിരിപ്പ്. നമ്മൾക്ക് ആലപ്പുഴ പോകാം, ബീച്ചിൽ പോയി കാറ്റ് കൊള്ളാമെന്നായിരിക്കും നമ്മളോട് പറയണത്, നമ്മുടെ കൂടെ വന്ന ആൾ പറയണത്. അയാൾ ബീച്ചിൽ അപ്പം നമ്മൾ എന്നാൽ ശരിയാണല്ലോ, നല്ല കാര്യമാണല്ലോ, കാറ്റ് കൊള്ളാമില്ല, ഇവിടെ ഭയങ്കര ചൂടല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് ഇപ്പോൾ കുറച്ച് സമയം ഫ്രീ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ പോകും. പക്ഷേ അയാളുടെ ഉദ്ദേശം വേറെ ആയിരിക്കും ചിലപ്പോൾ. അതാണ് വിഷയം. നമ്മളോടത് പറയത്തില്ല. നമ്മുടെ കാറ്റെന്നാണ് അയാൾ പറയണത്. ഇതാണ് ഡബിൾ മൈൻഡ് എന്ന് പറയുന്നത്. അതാണ് ഡബിൾ മൈൻഡ് എന്ന് പറയുന്നത്. ഈ ദൈവം മനുഷ്യനെ സരളഹൃദയം സൃഷ്ടിച്ചു. അവൻ്റെ പ്രശ്നങ്ങൾ അവൻ്റെ കാപട്യത്തിൻ്റെ സൃഷ്ടിയാണെന്ന്. അവൻ കാണിക്കുന്ന കാപട്യത്തിൽ ഇപ്പം നിങ്ങൾ പറഞ്ഞ പ്രശ്നങ്ങൾ എപ്പോഴും പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയോ നിങ്ങൾ കാപട്യം ഉണ്ടെന്ന് അതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാകേണ്ട കാര്യമില്ല ശരിക്കും പറഞ്ഞാൽ. അല്ല, ദൈവം പ്രശ്നമൊന്നും സൃഷ്ടിക്കത്തില്ല. നമ്മളുടെ ഡബിൾ മൈൻഡഡ് ആയിട്ടുള്ള വിഷയങ്ങളിലൂടെ പോകുമ്പോൾ ദൈവത്തോടൊരു കാര്യം പറയും, നമ്മുടെ മനസ്സിൽ വേറെ ചില ഉദ്ദേശങ്ങൾ വെക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അന്തർസംഘർഷം ഉണ്ടാകും. അപ്പോൾ ഈ ആയിട്ടുള്ള ആൾക്കാർ എവിടെ ചെന്നാലും പ്രശ്നം ഉണ്ടാകും. കാര്യം എന്താണ്? അവർ തന്നെ ഒരു പ്രശ്നമാണ്. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ, ഉടമ്പടിയിലേക്ക് വരുമ്പോൾ ദൈവഹിത പ്രകാരമുള്ള ഒരു വ്യക്തിയായി എന്നെ അങ്ങ് ഉടമ്പടി ചെയ്യുന്നതിനായി യോഗ്യമാക്കണമേ. ശ്രുതിക്കട്ടെ, ഹല്ലേലൂയ. നിന്റെ ആവശ്യം ജെന്യുവിനാണെങ്കിലുണ്ടല്ലോ, ജെന്യുവിൻ ആവശ്യമാണ്. നിന്റെ വിഷയവും ഇത് ഞാൻ എന്തിനാണ് ഇങ്ങനെ ഈ വിഷയം ഐഡൻറ്റിഫൈ ചെയ്യണത്, ഇങ്ങനെയുള്ള ചില വിഷയങ്ങൾ നിങ്ങൾക്കുണ്ടെന്ന് നിങ്ങളെ പരിശോധിക്കണമെന്ന് അച്ഛൻ പറയാൻ കാര്യം ഉടമ്പടി പെട്ടെന്ന് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയാണ്. ഇപ്പോൾ സോനയുടെ സാക്ഷ്യം കണ്ടില്ലേ? സോനയുടെ എന്തെല്ലാം പ്രശ്നങ്ങളാണ്. സോന കൊണ്ടുപോയി ഉടമ്പടി തൈലം എടുത്ത് അവളുടെ മകളുടെ നാക്കിൽ തൊട്ടു. അത്രയും നാൾ സംസാരിക്കാൻ അവൾ സംസാരിക്കാൻ തുടങ്ങി. പെട്ടെന്നായി സംഭവിക്കുക. ഒരു കാര്യം സംഭവിക്കണം, അധികം നേരമൊന്നും വേണ്ട. അതായത് ഈ ഉടമ്പടി തന്നെ എടുത്തിട്ടാണ്. അപ്പോൾ അവൾ പറയണത്, ഞാൻ ചില സമയത്ത് ഇങ്ങനെ പെട്ട് കരഞ്ഞിരിക്കുന്ന സമയം ഉണ്ടാവുമായിരിക്കും എന്നാലും. അപ്പോൾ എൻ്റെ മകൻ ആ ഭസ്മാരം പിടിക്കട്ടെ, അവൻ സുഖപ്പെട്ടവൻ വന്നിട്ട് എൻ്റെ കണ്ണ് തുടച്ച് തരുമെന്ന്. ആ സീന് അവരുടെ ആ സാക്ഷ്യങ്ങളിലൂടെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാകണം എങ്ങനെയെന്നറിയാമോ? ഒരു ദിവസം സോന പറഞ്ഞ്, കർത്താവേ, കുഞ്ഞുങ്ങളെ വളർത്തണമല്ല, എനിക്കൊരു ജോലി എന്ന് പറയും. ഇപ്പോൾ 2 ജോലി കൊടുക്കും. ഒരു ജോലി ഒരു LICയുടെ ജോലി കൊടുക്കും, പിന്നെ ഒരു ജോലി തയ്യൽ ജോലി കൊടുക്കും. ഈ തയ്യൽ ജോലി ഇവൾ ചെയ്തപ്പോൾ ദൈവം അവിടെ ഹെൽപ്പ് ചെയ്തിട്ട് കാനഡയിൽ നിന്നൊക്കെ ഓർഡർ കൊടുക്കും. 2 പ്രാവശ്യം കാനഡയിലേക്ക് സാധനം കയറ്റി അയച്ചു. ഇതെല്ലാം പെട്ടെന്ന് നടക്കുന്നത്. ഇതെന്ത് സ്പീഡാണെന്ന് നോക്കി. ഉടനടി പരിഹാരം എന്ന് പറയുമ്പോഴേ നമ്മൾ ഞെട്ടിക്കുകയാണ്. ആദ്യം എന്താണ് അതെല്ലാം സംഭവിക്കുന്നത്? 5 കൊല്ലത്തിനുള്ളിലല്ലേ, 1 കൊല്ലത്തിനുള്ളിലാണ്. 1 കൊല്ലത്തിൽ വേറെ സംഭവം നടന്ന് വീടില്ലാത്ത അവൾ 6 മാസം കൊണ്ട് പുതിയ വീടുണ്ടാക്കി പുതിയ വീട്ടിൽ താമസിക്കും. എന്നിട്ട് അവൾ ഇന്ന് പറയണത്, ഞാനെന്താ ഇന്ന് വന്നെന്നറിയാവോ? ഞാൻ അമ്മയെ എൻ്റെ വീടിൻ്റെ പരിവാസത്തിൽ അമ്മയെ വിളിക്കാൻ വന്നതാണെന്ന് പറയും. അതായത് ഇത്രയും സ്പീഡാണ്. ഞാൻ എനിക്ക് ഉടമ്പടി തുടങ്ങിയ കാലത്ത് അമ്മ പറഞ്ഞത് ഉടനടി പരിഹാരമാണെന്ന് പറഞ്ഞായിരുന്നു. അപ്പോഴേ എന്നോട് എല്ലാവരും പറഞ്ഞു അത് പറ്റിക്കലാണ്, ആൾക്കാർ പറയുന്നത് ആൾക്കാരെ കൂട്ടാൻ വേണ്ടിയുള്ള ചെപ്പടി വിദ്യയാണ്, ഇതൊരു ആൾക്കാർ ഇങ്ങനെ ഇത് ബിസിനസ്സായിട്ട് എടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞു.
ഞാൻ പറഞ്ഞു എന്നോട് പറഞ്ഞതാണ് ഞാൻ പറയണത്. മറ്റുള്ളവർ കേട്ട് അവരോട് ദൈവം പറഞ്ഞിട്ടില്ലല്ല. പറയാത്തവർക്ക് എന്തും പറയാം. എനിക്ക് കിട്ടിയ ബോധ്യങ്ങളിലൂടെ പോകാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ എൻ്റെ തന്നെ ഉറച്ചു നിന്ന് ഞാൻ പത്രത്തിൽ ഇന്ന് എഴുതിയിട്ടുണ്ട് ഉടമ്പടിക്ക് ലഭിച്ച ഉടനടി പരിഹാരങ്ങൾ. അപ്പം ഇത് കാണുമ്പോൾ നമുക്കറിയാമല്ല, ആത്മഹത്യ ഇവളും കുഞ്ഞുങ്ങളും ഇന്ന് അസ്ഥി മണ്ണോട് മണ്ണ് ചെയ്യേണ്ട ആളാണ്. അവരുടെ ജൈവം ആ മണ്ണിൽ നിന്നാണ് ജീവിതം ഇങ്ങനെ രണ്ടാമത് രൂപപ്പെടുത്തി കൊണ്ടുവരണത്. അത് വിത്തിൻ 1 ഇയറാണ്. ഒറ്റ വർഷം കൊണ്ടാണ് ഇവളെ കർത്താവ് ഉയർത്തിയത്. അവൾ 6 കാര്യങ്ങൾ ഒറ്റ വർഷം കൊണ്ട് തീർന്ന്, അതായത് ഒരു 6 വർഷം കൊണ്ട് തീരേണ്ട കാര്യങ്ങളെ ഒറ്റ വർഷം കൊണ്ട് തീർന്നിട്ട് പറഞ്ഞത് എന്താണ്? അവൾ പറഞ്ഞതെന്നറിയാമോ? എനിക്കിനി പ്രശ്നങ്ങളില്ല മാതാവിനോട് പറയാൻ. എനിക്കൊറ്റ വാക്കേ പറയാനുള്ളൂ, മരണം വരെ ഞാൻ ഉടമ്പടി ജീവിക്കും. ഞാൻ പത്രം കൊണ്ടേ കൊടുക്കുമ്പോഴൊക്കെ ആൾക്കാരോട് പറയും എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ പറയണതെന്ന്. പത്രം കൊടുക്കുമ്പോഴൊക്കെ ഞാൻ ആൾക്കാരോട് പറയണത് ഞാൻ എന്തായിരുന്നു ഇന്ന് എന്താണ് അത്. അപ്പം എൻ്റെ മകൾ ചോദിക്കും, അമ്മ ഈ കുഞ്ഞു കൊച്ചാണ് അവിടെ, അവൾ ചോദിക്കും എന്തിനാണ് അമ്മ ഈ പത്രം നമ്മൾ കൊടുക്കുന്ന ആൾക്കാർക്കല്ല? ഇവിടെ പണി ഇത് തന്നെയാണ്, രാത്രിയും പകലും സാക്ഷ്യം കേൾക്കുക, പത്രം കൊടുക്കുക. തയ്ച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കും. ആ കർത്താവിൻ്റെ കൃപയിൽ നിന്ന് മാറുന്നില്ല. തയ്ച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും കർത്താവിൻ്റെ വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കും. അപ്പം ദൈവത്തിന് തോന്നും നമുക്ക് ഇതൊരു ഉടമ്പടി ഒരു ജോലിയല്ല, ജോലിയെല്ലാം കഴിഞ്ഞ് ചെയ്യേണ്ട ഒരു കർമ്മമല്ല ഉടമ്പടി ജീവിതം തന്നെയാണെന്ന് ദൈവത്തിന് തോന്നും. അങ്ങനെയാണെങ്കിൽ ഇവക്ക് പരിചയമില്ല സ്ഥലത്ത് കാനഡയിൽ നിന്നൊക്കെ ഓർഡർ വരുന്നത്. ദൈവം വിചാരിച്ചാൽ നിൻ്റെ ജീവിതം ഇങ്ങനെ പെട്ടെന്ന് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ദൈവത്തെ നീ അനുവദിക്കണം. നീ അതിനെ ഉടമ്പടിയേക്കാൾ വലിയ കാര്യം അതാണ് വേറെ ഉണ്ടെന്നും പറഞ്ഞ് പത്രത്തെക്കാൾ വലിയ കാര്യം അതുണ്ട്. നിങ്ങൾ എന്താ പറയുന്നത്? ഇത് ഉടമ്പടിയേക്കാൾ വലിയ കാര്യം വേറെ ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ഉടമ്പടി ഡൗൺ ആവും. നിങ്ങൾ ഉടമ്പടി എടുക്കരുത്, അങ്ങനെ ഞാൻ പറയത്തുള്ളൂ. ഉടമ്പടിയേക്കാൾ വലിയ കാര്യം വേറെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഏറ്റവും വലിയ സംഭവം എന്താ? ഉടമ്പടി മെയിൻറ്റെയിൻ ചെയ്ത വിശുദ്ധിയിലും കാപട്യമില്ലാതെയും ദൈവതിരുസന്നിധി അവൻ പറയണ പോലെ ചെയ്തുകൊണ്ട് അനുതാപത്തിൻ്റെ പുതിയ മേഖല കണ്ടുപിടിച്ചുകൊണ്ട് വിശുദ്ധീകരിച്ച് ആത്മപ്രവാഹത്തിൻ്റെ അഭിഷേകം മേടിച്ചുകൊണ്ട് ദൈവത്തിൽ മുന്നേറാൻ വേണ്ടി ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണെന്നുള്ള ബോധ്യത്തിൽ വേണം ഇതിലൂടെ സഞ്ചരിക്കാൻ. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. ഉടമ്പടി പ്രാർത്ഥന ഉടനടി പരിഹാരമേകും അവൻ പറയുന്നത് ചെയ്തിടും ജീവിതം ധന്യമാക്കും. എല്ലാവരും എഴുന്നേൽക്കുക. രോഗസൗഖ്യ പ്രാർത്ഥന സമയമാണ്. ജീവിത ദുരിതങ്ങൾക്കും ജീവിത തടസ്സങ്ങൾക്കും എതിരെയുള്ള ദൈവിക ശാസന ആരാധനയാണ്. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. രോഗമുള്ളിടത്തെല്ലാം കൈകൾ വെക്കേണ്ട സമയമാണ്. ഓൺലൈനിലുള്ളവർ ശ്രദ്ധിക്കുക. വിട്ടുമാറാ തലവേദനയുള്ളവരുണ്ടാകും, അത് നെറ്റിൽ കൈവെക്കേണ്ടതാണ്. എവിടെയാണ് വേദനയും രോഗവും ഉള്ളത് അവിടെ കൈകൾ വെച്ചുകൊണ്ട് ഇടിമുഴക്കം പോലെ ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയായി കൃപാസന ആൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഓരോ മകൻ്റെ മേലും മകളുടെ മേലും കർത്താവിൻ്റെ വിശുദ്ധമായ തിരുമുറുപാർന്ന് വലതുകരം അണിപ്പെടുത്താറുന്ന അത്ഭുതകരം വെക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിപ്പിണർ പോലെ വൈദ്യാക്കാലം ഒരു ദൈവികമായ ശുദ്ധി നിങ്ങളിലേക്ക് ഇടിച്ചിറങ്ങട്ടെ. മാരക രോഗങ്ങൾ, തീരാവേദികൾ, ജീവിത ദുരിതങ്ങളെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതികട്ടെ. സൗഖ്യം നൽകണമേ.
നാഥാ വരേണമേ, എന്നിൽ നിറയണമേ. നാഥാ വരേണമേ, സൗഖ്യം നൽകണമേ. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അന്ധന് കാഴ്ച നൽകിയവനെ, ചെകിടന് കേട് നൽകിയവനെ, ഊമന് സംഭാഷണ നൽകിയവനെ, മഹോദ രോഗിയെ സുഖപ്പെടുത്തിയവനെ, തളർവായ രോഗിയെ സുഖപ്പെടുത്തിയവനെ, മരിച്ചവനെ ഉയർപ്പിച്ചവനെ, അങ്ങയുടെ തിരുമുറിവാർന്ന വലത്ത് കരം എന്റെ ശരീരത്തിൽ ഇപ്പോൾ വയ്ക്കണമേ. അടിപ്പിണർ പോലെ, വൈദ്യാഘാതം പോലെ എന്റെ ആന്തരിക അവയവങ്ങള്, രോഗാതുരമായ ശരീരഭാഗങ്ങള്, രോഗാതുരമായ കോശങ്ങള്, പേശികള്, ഞരമ്പുകള്, ആന്തരിക അവയവങ്ങള് യേശു ക്രിസ്തുവിന്റെ വിശുദ്ധ രക്തത്താൽ കഴുകപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിലെ രോഗങ്ങള് സൗഖ്യം പ്രാപിക്കട്ടെ. ശ്രുതികട്ടെ. ആരാധനയിലൂടെ എന്നെ വീണ്ടും മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സൗഖ്യം നൽകണമേ. നാഥാ വരേണമേ, എന്നിൽ നിറയണമേ. നാഥാ വരേണമേ, സൗഖ്യം നൽകണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, ജോലിയില്ലാത്തവരെ, വിസ പ്രോസസ്സിംഗ് നടക്കാത്തവരെ, വീട് വിൽക്കേണ്ടി വരണവരെ, വീട് വാങ്ങേണ്ടി വരുന്നവരെ, ഇൻ്റർവ്യൂവിനും ടെസ്റ്റിനും വേണ്ടി പോകാനിരിക്കുന്നവരെ, പരീക്ഷകളുടെ ഇൻ്റർവ്യൂവിന് അനുകൂലമായ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരെ, വിവാഹ തടസ്സമുള്ളവരെ, മക്കളില്ലാത്തവരെ, ആവശ്യത്തിന് ഉടമ്പടി ചെയ്തിരിക്കുന്നവരെ, ഭവനരഹിതരെ, മക്കളെ ഓർത്ത് വേദനിക്കുന്നവരെ, തെറ്റായ അവസ്ഥകളിലേക്ക് മക്കൾ പെട്ടിരിക്കുന്നവരെ, കേസുകൾ, വ്യവഹാരങ്ങൾ, പണം നഷ്ടപ്പെട്ടിരിക്കുന്നവരെ, ചതിക്കപ്പെട്ടിരിക്കുന്നവർ, അന്യാധീനപ്പെട്ടു പോയവരെ, ഒരു തീരുമാനം എടുക്കാൻ വൈകിക്കൊണ്ടിരിക്കുന്നവർ, മറ്റു പലരുടെയും ഭീഷണി കൊണ്ട് സങ്കടപ്പെട്ട് വിഷമിക്കുന്നവർ, ആ മേഖലയിലെല്ലാം കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ദുരന്തമുണ്ടാകാൻ കൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ അമ്മയുടെ പ്രാർത്ഥനയുടെ ശക്തിയുടെ വിടുതൽ ലഭിക്കാൻ വേണ്ടി ഇടിമുഴക്കം പോലെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിന്റെ അടയാളത്തിൽ, ദൈവത്തിന്റെ ശക്തിയാൽ മാർഗ തടസ്സങ്ങള്, ജീവിത ദുരിതങ്ങള് യേശുനാമത്തിൽ, യേശുനാമത്തിൽ, യേശുനാമത്തിൽ വിട്ടുമാറട്ടെ. ശ്രുതികട്ടെ. മഹത്വം, ദേവതാവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ശാന്തമായി മുട്ടി നിൽക്കുക. വ്യക്തിപരമായ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ഓൺലൈനിലുള്ളവർ
ശ്രുതികട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 മഹത്വം മഹത്വം ആരാധന ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന 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 യേശുവേ ആരാധന ഹല്ലേലൂയ 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 മഹത്വം മഹത്വം ആരാധന ആരാധന ഹല്ലേലൂയ.